ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ആപ്കി അദാലത്തിൽ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആപ്കി അദാലത്തിലേക്ക് പ്രശസ്തരായ വിശിഷ്ടരായ അതിഥികളെയാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാം. ഇപ്പോൾ ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായ JP നഡ്ഡയാണ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജി പ്രസിദ്ധനായ പത്രപ്രവർത്തകൻ, ചിന്തകൻ, എഴുത്തുകാരൻ, തിങ്കർ ഡോക്ടർ വേദ് പ്രതാപ് വൈദ്യ. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ്, തുടർന്നുള്ള ചോദ്യങ്ങൾക്കും കുറ്റാരോപണങ്ങൾക്കും മുൻപ് ഇന്നത്തെ നമ്മുടെ ജഡ്ജി നമുക്ക് അനുവാദം തരികയാണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങാം. അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുകയാണ്. ആരംഭിക്കാവുന്നതാണ്. നഡ്ഡ സാറിന്റെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് മുൻപ്, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് JP നഡ്ഡയുടെ പൊളിറ്റിക്കൽ കരിയർ ഒന്ന് നോക്കാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജഗത് പ്രകാശ് നഡ്ഡയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്, ഒന്നിച്ചു പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യും. ബീഹാർ ഇലക്ഷന്റെ സമയത്ത് ആ പാർട്ടിയുടെ വലിയ വിജയത്തിന് ശേഷം JP നഡ്ഡയുടെ വ്യൂഹങ്ങളും തന്ത്രങ്ങളുമാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് മോദി അദ്ദേഹത്തെ പ്രശംസിച്ചു. JP നഡ്ഡ തന്റെ ജീവിതകാലം മുഴുവനും സംഘത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത്. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് മുതൽ തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ JP നഡ്ഡ പാട്നയിൽ ജനിച്ച് തന്റെ വിദ്യാഭ്യാസം മുഴുവനും ബീഹാറിലാണ് ചെയ്തത്. തന്റെ ജന്മസ്ഥലമായ ഹിമാചൽ പ്രദേശിലേക്ക് പോയതിനു ശേഷം JP നഡ്ഡ തന്റെ നിയമപഠനം പൂർത്തിയാക്കി. അവിടെ അദ്ദേഹം ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റിയിലെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ABVP-യിലും ഭാരതീയ യുവമോർച്ചയിലും പ്രവർത്തിച്ചതിന് ശേഷം JP നഡ്ഡ BJP-യിലേക്ക് എത്തിച്ചേർന്നു. 33-ാമത്തെ വയസ്സിൽ ഹിമാചൽ പ്രദേശ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 5 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. മന്ത്രിസഭയിലും അംഗമായി. നിതിൻ ഗഡ്കരി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം JP നഡ്ഡയെ ഡൽഹിയിലേക്ക് സ്വീകരിച്ച് അദ്ദേഹത്തെ BJP-യുടെ ദേശീയ പ്രസിഡന്റാക്കി. 2014-ൽ നരേന്ദ്രമോദിയുടെ സർക്കാരിൽ JP നഡ്ഡ ആരോഗ്യമന്ത്രിയായി പദവിയേറ്റു. 2019 ജൂണിൽ JP നഡ്ഡ BJP-യുടെ വർക്കിംഗ് പ്രസിഡന്റായി. തുടർന്ന് 2020-ൽ BJP-യുടെ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തെ ആരും എതിർത്തില്ല. വിമർശനങ്ങളിൽ നിന്നും ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവായി മാറിയ JP നഡ്ഡ ആപ്കി അദാലത്തിൽ അദ്ദേഹത്തിനെതിരായ കുറ്റങ്ങളെ അദ്ദേഹം സ്വയം വാദിക്കുന്നതായിരിക്കും. ശരി, വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം BJP ദേശീയ അധ്യക്ഷനായ JP നഡ്ഡയുടെ മേലുള്ളത്. ആപ്കി അദാലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ JP നഡ്ഡയുടെ മേൽ ഗംഗയെ റിവേഴ്സിൽ ഒഴുക്കിവിട്ട വ്യക്തി എന്നുള്ള കുറ്റാരോപണമാണ് ഉള്ളത്. നഡ്ഡ സാർ, താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്നെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ളവരാണ്. താങ്കളുടെ അച്ഛനാണെങ്കിൽ വളരെ റെസ്പെക്റ്റഡ് ആയ ഒരു പ്രൊഫസറായിരുന്നു, വൈസ് ചാൻസലർ ആയിരുന്നു. താങ്കളുടെ അനുജത്തി ഡോക്ടറായിരുന്നു. താങ്കളുടെ അനുജൻ UGC. പക്ഷെ താങ്കൾ മാത്രം എന്താണ് തെറ്റായ പാതയിലേക്ക് വന്നത്? തെറ്റായ പാതയൊക്കെ ശരിയാക്കാൻ വന്നതാണ്. കാരണം അതൊക്കെ ശരിയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ജനിച്ചതൊക്കെ പാട്നയിലാണ്.
75, 76, ആക്ച്വലി 74 തൊട്ട് നോക്കുവാണെങ്കിൽ, അതായത് പിന്നെ JPയുടെ എമർജൻസി സെന്റർ ആയിരുന്നു അത്. ജയപ്രകാശ് നാരായണന്റെ കൂട്ട് എന്നെ നല്ല രീതിക്ക് ബാധിച്ചിരുന്നു. അതിൻ്റെ ഒപ്പം കുടുംബത്തിന് സംബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും വരുന്നായിരുന്നു. എൻ്റെ അച്ഛൻ എമർജൻസിക്ക് മുന്നേ ഒരുപാട് പൊസിഷനിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ എമർജൻസി സിറ്റുവേഷനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ പല കാര്യങ്ങളിൽ നിന്നും നീക്കുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു അന്ന്. അതുകൊണ്ട് എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, പോളിറ്റിക്സിൽ, അതായത് സോഷ്യൽ പോളിറ്റിക്സിൽ എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ താങ്കളെ കുടുംബത്തിലുള്ളവരാരും തടഞ്ഞില്ലേ? വലിയ വലിയ പൊസിഷനിലുള്ള എല്ലാവരും താങ്കളെ IAS, IPS, പ്രൊഫസർ അങ്ങനെ ആണോന്ന് നിർബന്ധിച്ചില്ലേ? അതായത് എൻ്റെ വീട്ടിൽ ഒരുപാട് ഹെൽത്തി ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഒരുപാട് ഹെൽത്തി പോളിറ്റിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിലാണ് അറിഞ്ഞു വന്നതൊക്കെ. എപ്പോഴും ഒരുപാട് ഫ്രീ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവണമെന്ന് അച്ഛന് ആഗ്രഹമാണ്. അതിനുള്ള സപ്പോർട്ടും ഒരുപാട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. എൻ്റെ കുടുംബത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും എല്ലാ കുടുംബത്തിലും ഒന്നും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് അറിയില്ല എനിക്ക്. പക്ഷേ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു കിട്ടിയിരുന്നത്. അവരുടെ ഒപ്പം ഞാൻ ഒരുപാട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം, അതായത് ഈ രാഷ്ട്രീയ കുടുംബങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കുടുംബത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകും, പക്ഷെ താങ്കൾ രാഷ്ട്രീയത്തെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. എന്റെ കുടുംബത്തിലോട്ട് രാഷ്ട്രീയം വന്നിട്ടില്ല. എന്റെ കൊച്ചുപ്രായം തൊട്ട് എന്റെ കുടുംബത്തിലെല്ലാവരും രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിലോട്ട് വന്നത് സത്യമുള്ള കാര്യമാണ്. പക്ഷേ താങ്കൾ വിവാഹം കഴിച്ചത് ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നല്ലേ? അവരും ഒരു നേതാവായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. രാഷ്ട്രീയം ചെയ്യുന്നവർക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ ഒരാളെ കിട്ടുന്നത് നല്ല കാര്യമല്ലേ? കാരണം അവര് ആ പണിയെടുക്കുന്ന വഴിയൊക്കെ, ജനങ്ങളെ നോക്കുന്ന പൊതുവായ വഴിയൊക്കെ, സൊസൈറ്റി നോക്കുന്നതും സോഷ്യൽ ആംഗിൾ, ഇതുപോലെ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. അവരും ഇലക്ഷനിൽ നിന്ന് ജയിച്ചവരാണ്. അവരുടെ അമ്മയും ഇലക്ഷനിൽ നിന്ന് ജയിച്ചതാണ്. താങ്കൾ പിന്നോട്ട് പോവുക, ഞങ്ങൾ ഇലക്ഷനിൽ നിന്ന് ജയിക്കാമെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. വീട്ടിൽ പൊതുവെ ഇതൊക്കെ നടക്കുന്നതാണ്. ഞാൻ അവരുടെ അടുത്ത് അന്നേ പറഞ്ഞത്, സോഷ്യൽ ഫീൽഡ് നിങ്ങൾ തിരഞ്ഞെടുക്കണം, ഞാൻ പൊളിറ്റിക്കൽ ഫീൽഡ് തിരഞ്ഞെടുത്തോളാം. അതുകൊണ്ട് അവർ സോഷ്യൽ ഫീൽഡിൽ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിൽ നല്ല രീതിക്ക് ആക്റ്റീവാണ്. പക്ഷെ താങ്കളോടൊപ്പം സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അക്കാലത്ത് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് ഞങ്ങൾ കാണുന്നത്. അതെ, അല്ലെങ്കിൽ വല്ല പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് കാണുമെന്ന് പറഞ്ഞു. എനിക്ക് ഗെയിംസിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സ്പോർട്സിൽ മൈൽ റേസ് ചാമ്പ്യൻ ആയിരുന്നു, പിന്നെ സ്പിൻ റേസ് ചാമ്പ്യൻ ആയിരുന്നു. വളരെ കുറച്ചുള്ള ആൾക്കാരാണ് അന്നത്തെ ചാമ്പ്യൻസ് ഒക്കെ. മാത്രമല്ലാണ്ട് സ്വിമ്മിങ്ങിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. വൈസ് ചാൻസലറിനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് പൊക്കി. അത് വന്ന് പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു മാനേജ്മെന്റ് ക്ലാസ്സിൽ, പിന്നെ മാനേജ്മെന്റ് എക്സാമിൽ ഇവിടെ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അന്നൊരു പോരാട്ടം സംഭവിച്ചു. ആ പോരാട്ടത്തിനൊരു വിജയവും കിട്ടി. കുറച്ചു പേരാണ് പോരാട്ടത്തിൽ ഇരുന്നത്. അന്ന് ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്ത്, അതായത്, സാർ, നിങ്ങളെ കുറച്ച് പേരെ കാണാനായിട്ട് ഇരിപ്പുണ്ടെന്ന്. എന്നെ കൊണ്ട് കാണാൻ പറ്റില്ലെന്ന് അദ്ദേഹം ഡ്രോയിങ് റൂമിൽ പോയിരുന്നു. യുവർ വൈസ് ചാൻസലർ, നിങ്ങൾ അദ്ദേഹത്തെ കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, പറ്റില്ല, അതെങ്ങനെ സംഭവിക്കും, യൂണിവേഴ്സിറ്റി അങ്ങനെ സംഭവിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ല, ഞാൻ കാണൂലെന്ന് അദ്ദേഹം പറഞ്ഞു. ശരി, ഓക്കെ. എൻ്റെ ഒപ്പം ഒരു 10-12 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇരുന്ന പോലെ തന്നെ അങ്ങ് പൊക്കി എടുക്കാനായിട്ട്. പിന്നെ സോഫയിൽ നിന്ന് അദ്ദേഹത്തിന് എടുത്തോണ്ട് അങ്ങോട്ട് നേരെ എടുത്തോണ്ടെന്ന് ഗാർഡനിലോട്ട് ഒരൊറ്റ വെക്കലായിരുന്നു. പിന്നെ അതായത് അദ്ദേഹം എങ്ങനെ ഇരുന്നു അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തി അങ്ങോട്ട്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞത്, അതായത് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ ഇരുത്തിയല്ലോ എന്നാണ്. ഇപ്പൊ അവരുടെ അടുത്ത് സംസാരിക്കാനാ പറഞ്ഞത്. അതിനുശേഷം അവർ സംസാരിച്ചു. അപ്പൊ തന്നെ രാഷ്ട്രീയക്കാരനുള്ള എല്ലാ ക്വാളിറ്റിയും താങ്കൾക്കുണ്ടായിരുന്നു. അതെ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ. ആ സമയം ഞാൻ ഒരുപാട് അഗ്രസീവ് ആയിരുന്നു. പക്ഷേ സിസ്റ്റംസ് ആൻഡ് നോംസ് ഒക്കെ ഞാൻ ഓവർ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. ഇക്കാര്യത്തെക്കുറിച്ച് മോദി വളരെ മതിപ്പോടുകൂടിയാണ് പറഞ്ഞത്. അദ്ദേഹം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരേ സ്കൂട്ടറിൽ ഒന്നിച്ചു പോയിട്ടുണ്ടെന്ന്. അതെ, ദാ നോക്കൂ, അതായത് അതിൻ്റെ അധിഷ്ഠാനമേ ഞാൻ പറയത്തുള്ളൂ. അതായത് അത്രയും വലിയൊരു മഹാന്റെ അടുത്ത് എൻ്റെ കൊച്ചുപ്രായം തൊട്ട് പണിയെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഇന്ന് ഇത്രയും നല്ല അവസ്ഥയിൽ ഞാൻ ഇരിക്കുവാണെങ്കിൽ അന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇതിനൊക്കെ. അതായത് അദ്ദേഹം ജീവിതത്തിന് വേണ്ടി എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ നല്ലപോലെ പഠിച്ചാണ് ഞാൻ ഇന്ന അവസ്ഥയിലുള്ളത്. അപ്പോൾ ഞാൻ ചേർന്ന് പണിയെടുക്കുമ്പോൾ അന്നൊക്കെ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു, പൊസിഷനിലുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ യുവമോക്ഷാവിൻ്റെ തലവനുമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഈ വണ്ടിയൊന്നും അത്ര കിട്ടത്തൊന്നുമില്ല ശരിക്കും പറയണമെങ്കിൽ. അന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു സ്കൂട്ടറായിരുന്നു ഇരുന്നത്. അന്ന് അദ്ദേഹം ഒരു കിക്കൊക്കെ അടിച്ചിട്ട് കയറി ഇരിക്കുമായിരുന്നു. അതിൽ പോയാണ് ഞങ്ങൾ ജനങ്ങളെയൊക്കെ കാണുന്നത്. മോദി സാർ എത്രത്തോളം ഫാസ്റ്റാണ്? അന്നും ഇങ്ങനെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. അതായത് മോഡി സാറ് നല്ല ഷാർപ്പാണ്, ഭയങ്കര ഷാർപ്പ്. ചില കാര്യങ്ങളൊക്കെ അതായിട്ട് ആഴമായിട്ട് തോന്നുന്ന കാര്യമൊക്കെ ഞാൻ തുറന്ന് പറഞ്ഞേക്കും അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട്. എൻ്റെ ചിന്തന ഇവിടെ തീരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടെന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ ആംഗിൾ എന്താണെന്ന് എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
ഒരുപാട് നേരം ആലോചിച്ച് ഒരു ഡിസിഷൻ എടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറയും ഞാൻ. ആ കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് പോയി വെച്ചിട്ടൊന്ന് പറയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ഇത് ഈ ആംഗിളിൽ നോക്കണം, അത് ആ ആംഗിളിൽ നോക്കണം, ഇങ്ങനെ പറയാൻ ആംഗിൾസ് ഉണ്ടെന്നൊക്കെ പറയും. പിന്നെ ഞാൻ എടുത്തോട്ട് പോയ പീസ് ഓഫ് പേപ്പർ എന്തിനാന്ന് ഒരു ആലോചനയൊക്കെ വന്നേക്കും എനിക്ക് ശരിക്കും അങ്ങനെ തോന്നുന്നത്. അദ്ദേഹം എന്തോരം ഐഡിയാസ് വെച്ചിട്ടുണ്ടാവും വെച്ചാൽ അത്ര ഐഡിയാസ് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഒരൊറ്റ സമയത്ത് തന്നെ ഒരുപാട് ഐഡിയാസ് തരും അദ്ദേഹം. സോ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചേർന്ന് വർക്ക് ചെയ്യുന്നത് ശരിക്കും അത് താങ്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ലേ? കാരണം താങ്കൾ കുറച്ച് വിശ്രമം എടുക്കുന്ന ആളാണെന്നും ഞാൻ കേട്ടു. പക്ഷെ അദ്ദേഹം രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ആളാണെന്നും കേട്ടു. ഒരു മൂത്ത സ്ഥാനത്തു നിന്നാണ് ചെറിയ ആൾക്കാരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അടുത്ത് പണിയെടുക്കുന്നത് മോഡി സാറിൻ്റെ അടുത്താണ് പഠിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കുറവും അറിയാം. ഒരുപാട് പ്രാവശ്യം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നട്ടാ ഞാൻ നിന്നെ മെലിയിപ്പിക്കാണ്ട് വിടത്തില്ലടാ എന്ന്. അതുകൊണ്ട് പണിയെടുത്തേ പറ്റൂന്നേ പറയത്തുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സ്നേഹമാണെന്ന് പറയാം, ഒരു സ്നേഹമാണെന്ന് പറയാം, ഒരു കഷ്ടപ്പാടാണെന്നും പറയാം. ഇപ്പം നോക്കുവാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് 9 മാസത്തെ ഈ ലോകത്തും വെച്ച് വേൾഡ് ഹെൽത്ത് സ്കീം, ഈ ലോകത്തും വെച്ച് ഏറ്റവും വലിയ ഹെൽത്ത് കവറാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ പണിയൊക്കെ വെറും 9 മാസത്തിലാണ് നടന്നത്, അതും വെറും ഡിജിറ്റലി. അദ്ദേഹം തീർച്ചയായിട്ടും പണിയെടുപ്പിക്കുന്നുണ്ട്, പണിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം തന്നെ 20 മീറ്റിംഗ് ആണ് അറ്റൻഡ് ചെയ്തിരുന്നത്. അദ്ദേഹത്തെ കഷ്ടപ്പെടുത്താൻ വിടുകയാണ്. അതെ, ഓരോ ഇലക്ഷനിലും അദ്ദേഹത്തിന്റെ പ്രചാരണമാണ് കൂടുതലും. താങ്കൾ ഒരു ക്യാപ്ഷൻ വെച്ചിരുന്നു, മോദി ഉണ്ടെങ്കിൽ എന്ത് സാധ്യം. സത്യമായ കാര്യമാണ്. മോദി ഉണ്ടെങ്കിലാണ് സാധ്യം, ഇല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല. ഇപ്പൊ നോക്കുവാണെങ്കിൽ മോദിജിയുടെ ഭരണവും ഇന്ന് നോക്കുവാണെങ്കിൽ അദ്ദേഹം ഒരു പാർട്ടിയുടെ തലവൻ മാത്രമല്ല, നാടിന്റെ തലവനുമല്ല. ഈ ലോകം മുഴുവൻ ആരാന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ ലോകത്ത്, അതായത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിച്ചാൽ. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഈ കോവിഡ് മാനേജ്മെന്റ് ഞാൻ നല്ല ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതാണ്. ആസ് എ പ്രസിഡന്റായിട്ടും ഹെൽത്ത് മിനിസ്റ്ററായിട്ടും ഞാൻ ഇരുന്നതാണ്. സോ ജോ ബൈഡൻ അദ്ദേഹത്തെ നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്തു. ജപ്പാനിലെ പ്രസിഡന്റ് അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തു. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഫെഡ്രോസ് അദ്ദേഹത്തെ ഒരുപാട് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ മാനേജ്മെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്തു. അതിന്നിപ്പോ പ്രൂവൻ ആയിട്ടുണ്ട്. അതായത് ഈ 130 കോടി നാടുകളില് അത്രയും വലിയൊരു പ്രൊട്ടക്ഷനാണ് അദ്ദേഹം ഉണ്ടാക്കി എടുത്തത്. 220 ഡോസസ് ഓഫ് വാക്സിൻ, ഡബിൾ ഡോസ് പ്ലസ് ബൂസ്റ്റർ, ഇത് റെഡിയാക്കുന്ന പണിയൊക്കെ. വേൾഡ് ലാർജസ്റ്റ് ആൻഡ് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് വാക്സിനേഷൻ പ്രോഗ്രാം ഇസ് ഇന്ത്യാസ് പ്രോഗ്രാം അറ്റ് കോവിഡ് ടൈം. അതായത് നോക്കുവാണെങ്കിൽ ഞാനൊരു ഹെൽത്ത് മിനിസ്റ്ററാണ്. ഈ നാട്ടിലോട്ട് ട്യൂബർക്ലോസിന്റെ മെഡിസിൻ വരാൻ 25 വർഷം എടുത്തു. ഈ നാട്ടിലെ ടെക്നിസ് മെഡിസിൻ വരാനായിട്ട് 28 വർഷവും എടുത്തു. ഈ നാട്ടിലോട്ട് ജാപ്പനീസ് സെൻസിബിലിറ്റീസ് മെഡിസിൻ വരാൻ 100 വർഷമാണ് എടുത്തത്. 1906 അത് ജപ്പാനിൽ എത്തിയിട്ടുണ്ട്. 2006 ഇന്ത്യയിലോട്ട് വന്നത്. ഈ നാട്ടില്, അതായത് ഇന്ത്യയില് 2 ഡ്രോപ്സ് പോളിയോ പ്രോഗ്രാംസ്, അതായത് മറ്റേ 2 ചോട്ട് പോളിയോ ഇടില്ലേ, അത് വരാനായിട്ട് ഏകദേശം 25 വർഷമാണ് എടുത്തത്. അത് നാഷണൽ പ്രോഗ്രാമായിട്ട് മാറാനായിട്ട് 30 വർഷം എടുത്തു. അതിന്റെ ഒപ്പം January 20th, 2020 ഫസ്റ്റ് കേസ്, കൊറോണ കേസ് ഡിഡക്ട് ആയപ്പോൾ April 20th മോദിജി ടാസ്ക് ഫോഴ്സ് ഒക്കെ റെഡിയാക്കി. അതിന്റെ ഒപ്പം 9 monthsല് 1 അല്ല 2 ഇൻഡിജീനിയസ് വാക്സിൻ ഒക്കെ റെഡിയാക്കി. അത് നമ്മുടെ നാട്ടിലോട്ട് എത്തി. ഇതാണ് ഭാരത നാട്. നമ്മള് ഇന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ, അതായത് മോറിസ് ജോൺസൺ പറയുന്നത് പ്രൈം മിനിസ്റ്റർ മോദി ഹാസ് ടേക്കൻ ലീഡ് ഇൻ ദ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹി ഹാസ് ബ്രോട്ട് ദ വേൾഡ് ടുഗദർ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. അദ്ദേഹത്തിന്റെ ഭരണം ഈ മുഴുവൻ ലോകവും അക്സെപ്റ്റ് ചെയ്യുവാണ്. ഉക്രൈൻ വാറില് അദ്ദേഹം സേഫ് പാക്കേജ് മേടിച്ചു കൊടുത്തോ ഇല്ലയോ? പുട്ടിന്റെ അടുത്ത് സംസാരിച്ചു. ഒരു പ്രാവശ്യം അദ്ദേഹം പുട്ടിന്റെ അടുത്ത് സംസാരിച്ചതായിരുന്നു, മറ്റൊരു പ്രാവശ്യം അദ്ദേഹം ജലസിന്റെ അടുത്ത് സംസാരിച്ചതായിരുന്നു. രണ്ടുപേരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം സേഫ് പാസേജ് ഒക്കെ തന്നപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ തിരികെ ഇങ്ങോട്ട് വന്നു ചേർന്നു. 32,000. പക്ഷേ ഈ ലോകത്തില് മറ്റുള്ള നാട്ടിലെ പിള്ളേരെ പോലെ ഇന്ത്യൻ ഫ്ലാഗ് വെച്ച് അവരിവിടെ വന്ന് ചേർന്നിട്ടുണ്ടോ? അത് നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലവനായിട്ട് ഇതെന്റെ കടമയാണ്. അതായത് ലെറ്റർ ആൻഡ് സ്പിരിറ്റില് ഇതെല്ലാം കൂടെ ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് നല്ലപോലെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് നന്നായിട്ട് ജോലി എടുപ്പിക്കും. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ലാണ്ട് നിങ്ങളെ കൊണ്ട് പണിയെടുക്കാണ്ടിരിക്കാൻ കഴിയില്ല. കഷ്ടപ്പാടെന്ന് പറയുന്നത് പാർട്ട് ആൻഡ് പാർസൽ. 24/7/365. ഒരു ലീവ് പോലും ഇല്ല. അതായത് നമ്മുടെ കൾച്ചറിലില്ല. ഇപ്പൊ ഞാനെന്തോ വലിയ പണിയെടുക്കുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ല. അതായത് അദ്ദേഹം വന്ന്, മോദി സാർ വന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം തന്നെ മാറ്റിയെടുത്തു. പൊളിറ്റിക്കൽ കൾച്ചർ ഹാവ് ബീൻ ചേഞ്ച്ഡ്. ഒരു സമയത്ത് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഓരോ പാർട്ടി എടുത്തോണ്ട് വരും, ലീവ് എടുക്കും. ചില ആൾക്കാർ ഇപ്പോഴും ലീവ് എടുത്ത് പോകാൻ പോവാണ്, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പോകുന്നതുമാണ്. സോ അതുപോലത്തെ ലീവൊക്കെ എടുക്കും.
അതുകൊണ്ട് ഈ കൂട്ടത്തിന്റെ കൂടെ പണിയെടുക്കുന്നത്, ആര് ലീവ് എടുക്കാണ്ടിരിക്കുന്നത്, പ്രധാനമന്ത്രി മോദിജി ഈ ദിവസം വരെ നിങ്ങൾ 8 വർഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയുക, അദ്ദേഹം എന്ന് പ്രധാനമന്ത്രി ആയോ അന്ന് തൊട്ട് നിങ്ങൾ ഒരു റെക്കോർഡെങ്കിലും കാണിക്കേ. അദ്ദേഹം ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ലീവ് എടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ കാണിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ കൂടെ നമ്മൾ പണിയെടുക്കുമ്പോൾ അദ്ദേഹത്തിനെ ഇട്ടിട്ട് തനിച്ച് പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ രാപകൽ കഷ്ടപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെ നോക്കുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വളരെ നല്ല ആളാണ്, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാറില്ലേ? അദ്ദേഹം ഒരുപാട് ലീവിലാണുള്ളത്, എപ്പോഴെങ്കിലും പണിയെടുക്കാൻ വരുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പണിയെടുക്കാൻ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ എന്തോരും അങ്ങനെ ആയെന്ന് വെച്ചാൽ, എത്ര ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ, ടാർഗറ്റ്സ് ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനത്തുള്ള വർക്ക് കൾച്ചറൊക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കൾച്ചറൊക്കെ മാറിയതുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ശരിക്കും ടെൻഷനിലാണ് ഉള്ളത്. ഇല്ല, കാരണം നോക്കുവാണെങ്കിൽ പ്രവർത്തിക്കണമല്ലോ. ഓപ്പോസിറ്റ് ഭരണ പാർട്ടിക്ക് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുവാണ്. ഒന്ന് നിങ്ങൾ വഴി മാറ്റിക്കോളൂ, ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കാൻ തയ്യാറായിക്കോളൂ. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ BJPയുടെ ദേശീയ അധ്യക്ഷന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം നമുക്ക് നോക്കാം. ദേവേന്ദ്ര ഫട്നാവിസ് വലിയൊരു റോളാണ് ചെയ്തത് ഏക്നാഥ് ഷിൻഡെയെ BJPയിലേക്ക് ചേർക്കാൻ വേണ്ടി. കുതിരയെ ഫട്നാവിസ് അലങ്കരിച്ചു. താങ്കൾ ഷിൻഡെയെ ഒരു കല്യാണ ചെറുക്കനുമാക്കി. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം കൂട്ടാളികളുടെ കഴുത്ത് ഞെരിക്കുന്നു എന്നുള്ളതാണ്. നഡ്ഡ സാർ, താങ്കൾ ബീഹാറിൽ നിന്നാണ് പൊളിറ്റിക്കൽ കരിയർ തുടങ്ങിയത്. താങ്കൾ പാതി ബീഹാറി എന്ന് പറയുന്നു. ശരിക്കും കഷ്ടപ്പെട്ട് താങ്കൾ ബീഹാറിൽ ഭരണത്തിൽ വന്നു. നഡ്ഡ, നീ ചെയ്യുന്നതെല്ലാം ചെയ്തോ, ഞാൻ പിന്നിൽ തന്നെ ഉണ്ടെന്ന് മോദി പറയുന്നു. സർക്കാർ മുഖേന വാക്കും നൽകുന്നുണ്ട്. ഞാൻ ആരുടെയും കഴുത്തൊന്നും പിടിച്ച് ഇരിക്കുന്നില്ല. അതിൻ്റെ ഒപ്പം ഞാൻ ആരെയും ശ്വാസം മുട്ടിപ്പിക്കുന്നുമില്ല. അതായത് ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു ഫ്രെയിം വർക്ക് പോലെ. ഞാൻ ഓരോന്നായിട്ട് താങ്കൾക്ക് എക്സാമ്പിൾ പറയാം. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിരുന്നു. ഇലക്ഷന്റെ സമയത്ത് താങ്കൾ പറഞ്ഞു ബീഹാറിന് ആത്മവിശ്വാസം നൽകുന്ന നേതാവാണ് നിതീഷ് കുമാർ എന്ന്. അദ്ദേഹം നമ്മളോടൊപ്പം നിൽക്കും, നമ്മുടെ ആളാണ്, വഞ്ചന കാണിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം മറുകണ്ഠം ചാടി. വൺ ഫൈൻ മോർണിംഗ് നിങ്ങൾ തന്നെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹമാണ് മറുകണ്ഠം ചാടിയതെന്ന്. അദ്ദേഹമാണ് മറുകണ്ഠം ചാടിപ്പോയത്. ഞങ്ങൾ അവരെ പുറത്തയച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ കൗണ്ടിങ് പാർലമെന്റിൽ 40 ഉണ്ടായിരുന്നു. എന്റെ കൗണ്ടിങ് 74 അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം. ടുഡേ ഇറ്റ്സ് 78. എന്റെ കൗണ്ടിങ് അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ തന്നെ ഉള്ളത്. ശരിക്കും അതിനുശേഷം അദ്ദേഹത്തെ ഞാനൊരു മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഇട്ടിട്ട് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ ഞാൻ പിന്നെ അമിത്ഷാ രണ്ടുപേരും പാട്നയ്ക്ക് പോയിരുന്നതാ. നിതീഷാണ് ഞങ്ങളുടെ ലീഡറെന്ന് ഞങ്ങൾ തെളിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ്. ശരിക്കും ഇന്ന് തൊട്ട് അദ്ദേഹമാണ് ബീഹാറിന്റെ തലവനെന്നും. ഒരുപക്ഷെ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ നിഴല് കണ്ടാ പേടിയാണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ച എന്ന് അത് നിർത്താൻ നോക്കിയാൽ ഒരിക്കലും നടക്കത്തില്ല കേട്ടോ. അല്ല, താങ്കളുടെ പാർട്ടി മാത്രം വളർന്നുകൊണ്ടേയിരുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി ചുരുങ്ങിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം പേടിക്കില്ലേ? ആ പാർട്ടി വളർത്തേണ്ടത് അദ്ദേഹത്തിന്റെ കടമയല്ലേ. ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പ് വളരേണ്ടത് ഞങ്ങളുടെ പണിയല്ലല്ലോ. ഞങ്ങൾ വളർന്നു വരണമെന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്താണ് ഞങ്ങൾ വളർന്നു വന്നതൊക്കെ. ഞങ്ങൾ ഇന്നും സംസാരിക്കുന്ന സമയത്തും ശരി, കാലത്തിനേറ്റ പോലെ എങ്ങനെ നടക്കണോ, ഈ കാലത്തിനേറ്റ പോലെ എങ്ങനെയാണോ അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവായ ലല്ലൻ സിംഗ് അക്കാലത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ BJPയെ ഉപേക്ഷിക്കാതിരുന്നിരുന്നെങ്കിൽ, ഞങ്ങൾ NDA ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സർക്കാർ നിലം പതിച്ചേനെന്ന്. അതുകൊണ്ട് സർക്കാർ നിലം പതിക്കുന്നതിന് മുൻപ് അവർ മറുകണ്ഠം ചാടിയതാണെന്ന്. അതായത് അദ്ദേഹത്തിന് രജത് സാർ, അതായത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, അത് കറക്റ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് കിട്ടേണ്ട റെസ്പെക്ട്, ഞങ്ങളുടെ ഒപ്പം വന്ന് ആസ് എ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന് കിട്ടേണ്ട റെസ്പെക്ട് അതിന് ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല. ഇന്ന് അദ്ദേഹം എന്ത് അവസ്ഥയിലാണ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ചു നാളിന് മുമ്പ് പ്രശാന്ത് കിഷോർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിതീഷ് കുമാർ പുതിയ അലയൻസിൽ ശരിക്കും ടെൻഷനായിട്ടുണ്ട്, അതുകൊണ്ട് BJPയോട് വീണ്ടും അലയൻസ് വെക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഞങ്ങളാരും പോയി സംസാരിക്കാൻ പോയിട്ടില്ല. അതിനുശേഷം അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുമില്ല. പോയി ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഒരു ആവശ്യമില്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പണിയെടുക്കുന്ന കാലമൊക്കെ ഒരുമിച്ച് തന്നെ ഇരുന്നത്. അദ്ദേഹമാണ് ഇട്ടിട്ട് പോയത്. അദ്ദേഹത്തിന്റെ ഡെസിഷൻ ആണല്ലോ. അതിന് എന്റെ ആശംസകൾ. ഞങ്ങളുടെ പാർട്ടി വളർത്താനുള്ള ഫുൾ ഫോക്കസ്ഡായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ബീഹാറിൽ ഞാൻ തനിച്ച് തന്നെ എല്ലാം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നതും. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ കൂടെയുള്ള പാർട്ടികൾ
അവരെയും ഞങ്ങൾ വിളിച്ചോണ്ടാ പോകുന്നത്. താങ്കൾ അദ്ദേഹത്തിന്റെ പാർട്ടിയെ രണ്ടാക്കില്ലല്ലോ അല്ലേ? ആരാണെങ്കിലും അവരവരുടെ കുടുംബം അവരവർ തന്നെയല്ലേ നോക്കേണ്ടത്. ഒരുപക്ഷെ ഞങ്ങളുടെ അടുത്ത് വരണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അവരെ തടയാൻ പോകുന്നില്ല. പക്ഷെ ഞങ്ങൾ അവരെ ഒരിക്കലും ഒന്നും നശിപ്പിക്കാനൊന്നും നോക്കത്തില്ല. ഇതിൽ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കുടുംബം നോക്കാൻ കഴിയാണ്ട് ഞങ്ങളാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെന്ത് കാര്യമുള്ളത്? ഈ കംപ്ലൈന്റ് തന്നെയാണ് അവിടെ താക്കറേക്കും ഉള്ളത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 2.5 വർഷം മുഖ്യമന്ത്രിയായി അദ്ദേഹം കാണുമെന്ന് താങ്കൾ ഉറപ്പ് പറഞ്ഞിട്ട് ആ ഉറപ്പ് താങ്കൾ സംരക്ഷിച്ചില്ലെന്ന് പറയുന്നു. ഉദ്ധവ് താക്കറെ അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി, അതായത് BJP എന്റെ മുതുകിൽ തന്നെ കുത്തിയിരിക്കുന്നു എന്ന്. ഇങ്ങോട്ട് നോക്കൂ, അതായത് അതൊന്ന് ശരിക്കും ഒരു നുണയായിട്ടുള്ള കാര്യമാണ്. BJPക്ക് അദ്ദേഹമായിരുന്നു ദ്രോഹം ചെയ്തത്. പാർട്ടിയുടെ പ്രചാരണം ഉണ്ടായിരുന്നു. ആ പ്രചാരണത്തില് ഓരോ സ്റ്റേജിലും അക്കാര്യം പറഞ്ഞതാണ്. ദേവേന്ദ്ര ഫെർണാണ്ടസിനെ ഓരോയിടത്തും ഞങ്ങൾ ചീഫ് മിനിസ്റ്ററായിട്ടാ പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ തലമേൽ നടന്നത്. അദ്ദേഹത്തിന്റെ തലമേൽ തന്നെയാണ് എല്ലാ കാര്യവും അന്ന് പറഞ്ഞതും. മേലെ നരേന്ദർ, അതായത് മുകളിൽ ഡൽഹിയിൽ നരേന്ദ്രമോദിജി, പിന്നെ താഴെ നരേന്ദർ, അദ്ദേഹത്തിന്റെ ഒപ്പം ശിവസേനയിൽ ചേർന്ന എല്ലാ തലവന്മാരും ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോലും ആരും അബ്ജക്ട് ചെയ്തില്ല. ഒരു സ്റ്റേജിൽ 2.5 വർഷത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ മുതുകിലാണ് അദ്ദേഹം കത്തിയെടുത്ത് കുത്തിയതൊക്കെ. അതുപോലെ അദ്ദേഹം ഞങ്ങളെ എങ്ങനെ പറ്റിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് നേരെ ചീഫ് മിനിസ്റ്റർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണോ അന്ന് നടന്നതും. ഇതാണ് അദ്ദേഹത്തിന്റെ ഗുണം. പക്ഷേ നഡ്ഡ സാർ, താങ്കൾ ഇപ്പോഴാണ് ഒരു ശിവ് സൈന്യത്തിന് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. അതെ, നേരത്തെ തന്നെ ഉദ്ധവിനെ ആക്കിയിരുന്ന ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നല്ലോ അല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ ദേവേന്ദ്ര ഫെർണാണ്ടസ് വെച്ചായിരുന്നു അന്ന് അത് നടന്നതൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ദേവേന്ദ്ര ഫെർണാണ്ടസിനെ അന്ന് ചീഫ് മിനിസ്റ്ററായിട്ട് പ്രൊജക്ട് ചെയ്തത്. ഇപ്പൊ നിങ്ങള് ഏക്നാഥ് ഷിൻഡെയെ കുറിച്ച് സംസാരിച്ചില്ലായിരുന്നോ? ഇതിപ്പോ ഒരു പുതിയ അലയൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പുതിയ അലയൻസിൽ അദ്ദേഹം ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ട് മാറും. അതായത് ശിവസേന ഛിന്ന ഭിന്നമായിക്കൊണ്ടേയിരുന്നു. ഇവിടെ അത് തന്നെയാണ്. പക്ഷെ BJP മാത്രം മഹാരാഷ്ട്രയിൽ വളർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് പാർട്ടിയുടെ പ്രശസ്തി നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടി കാണില്ലേ? ഈ സമയത്ത് അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കുന്നതോ അത് ഉറപ്പായിട്ട് എന്റെ പണിയൊന്നുമല്ല. അവരുടെ പാർട്ടി എന്താ വളരാത്തെന്നുള്ള കാര്യം അവരാണ് നോക്കേണ്ടത്. അവര് വളരണമെങ്കിൽ അവര് തന്നെയാണ് ഇറങ്ങി പണിയെടുക്കേണ്ടത് അതിനുവേണ്ടി. നമ്മുടെ BJPനെ കുറിച്ച് പറയണമെങ്കിൽ ഞങ്ങൾ വളരുന്നില്ല, അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ഫാൻസ് അധികരിക്കുന്നില്ല, ഞങ്ങളുടെ ഏരിയ അധികരിക്കുന്നില്ല, ജനങ്ങൾ ഒരുപാട് ഇങ്ങോട്ട് കയറ്റുന്നുമില്ല, ഞങ്ങൾ ഒരു കുറവും വെക്കത്തില്ല. ഞങ്ങൾ എല്ലാവരുടെ വിശ്വാസവും എല്ലാവരുടെ വളർച്ചയും എല്ലാവരുടെ വിശ്വാസവും ചേർത്ത് ഈ നാട്ടിലെ ഭരണം ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഉള്ള സത്യം. നഡ്ഡ സാർ, അതായത് ആ പാർട്ടി ചെറുതായിക്കൊണ്ടേയിരുന്നു, അത് പതുക്കെ സംഭവിച്ചതാണ്. പക്ഷെ താങ്കൾ 40 MLA-മാരെ ഒറ്റയ്ക്ക് തൂക്കി അവസാനം അത് വളരെ ചെറുതാക്കി കളഞ്ഞല്ലോ. കുടുംബം നോക്കേണ്ടത് ആരുടെ കാര്യമാണ്? ഞങ്ങളാണോ അവരുടെ പാർട്ടി ചെറുതാക്കിയ? അവരാണ് ഞങ്ങളുടെ ഒപ്പം വന്നിട്ട് പാർട്ടി വലുതാക്കണമെന്ന് പറഞ്ഞു വന്നിരുന്നത്. നല്ലപോലെ പണിയെടുത്തു. മഹാരാഷ്ട്രൻ തിരിച്ച് ട്രാക്കിൽ വന്നുകൊണ്ടാണ് ഇരുന്നത്. വളർച്ച നോക്കി എത്തിക്കൊണ്ടിരുന്നു. കറപ്ഷൻ ഫ്രീ ഗവൺമെന്റ് ആയിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജോലി എടുത്തുകൊണ്ടിരുന്നു. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബം നോക്കേണ്ടത്. നിങ്ങൾക്കൊരു കാര്യം അറിയാൻ മേലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ അതിന്? നിങ്ങൾ പോയി നിങ്ങളുടെ മിനിസ്റ്റേഴ്സിനെ നോക്കിയില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മിനിസ്റ്റേഴ്സിനെ ഒരുപാട് മണിക്കൂർ ഇരുത്തിയെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ ഒപ്പം നിങ്ങൾ സംസാരിക്കാണ്ടിരുന്നാലോ? അവരെന്താ പറയുന്നത് വെച്ചാൽ ഷിൻഡെയോടൊപ്പം 7 MLA-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാ MLA-മാരെയും ദേവേന്ദ്ര ഫട്നാവിസ് പണം നൽകി വിലയ്ക്ക് വാങ്ങിയതാണെന്ന് പറയുന്നു. അതായത് നിങ്ങളുടെ ഒപ്പം ആരും നിന്നില്ലെങ്കിൽ അവരെ പോയി കുറ്റം പറയുന്നത്. അപ്പൊ പെട്ടെന്ന് അവർ കറപ്ഷൻ ചെയ്യുന്നവരാവോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അല്ലല്ല, ഇവിടെ നോക്കിയ ഫട്നാവിസിന്റെ വൈഫ് അമൃത മാഡം, അവര് പറഞ്ഞു ദേവേന്ദ്ര ഫട്നാവിസ് ഒരു കറുത്ത കോട്ട് ധരിച്ചുകൊണ്ട് ഷെർലക്കിനെ പോലെ ഒരു കറുത്ത കണ്ണാടിയും ധരിച്ച് രാത്രി MLA-മാരെ പോയി കാണാറുണ്ട്. ഇല്ല, അതായത് എന്താന്ന് വെച്ചാൽ ഒരുമിക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങളൊക്കെ രഹസ്യമായിരിക്കും. രഹസ്യമായിട്ട് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കറുത്ത കണ്ണാടി ഒന്നും ഇട്ടിട്ട് ഞങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതുവരെയൊക്കെ, കേട്ടോ. ഇതൊക്കെ വളരെ വ്യത്യാസമായിട്ടുണ്ട്. പിന്നെ മുംബൈയിൽ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏതൊരു സെൻട്രൽ പ്ലേസിൽ വേണമെങ്കിലും പോയി ഇരിക്കാം, എവിടെ വേണമെങ്കിലും വെച്ച് കാണാം. പക്ഷെ ഇന്ന് ഉറപ്പായും താങ്കൾ ഒരു രഹസ്യം പറഞ്ഞേ മതിയാവും. ദേവേന്ദ്ര ഫട്നാവിസ് ഒരു വലിയ റോളാണ് അവിടെ ചെയ്തത്. അതായത് ഷിൻഡെയെ BJP-യോടൊപ്പം ചേർക്കാൻ വേണ്ടി കുതിരയെ ഫട്നാവിസ് അലങ്കരിച്ചു. താങ്കൾ ഷിൻഡെയെ ഒരു കല്യാണ ചെറുക്കനുമാക്കി. അതായത് ദേവേന്ദ്ര ഫട്നാവിസ് വന്നിട്ട് കുതിര അദ്ദേഹത്തിന് വേണ്ടിയല്ല അലങ്കരിച്ചത്. കാരണം ആ സമയത്ത് സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അന്നത്തെ ഭരണത്തില് ഏക്നാഥ് ഷിൻഡെനെ ആയിരുന്നു ചീഫ് മിനിസ്റ്റർ ആക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചത് അദ്ദേഹത്തിനാണ് ചീഫ് മിനിസ്റ്റർ ആക്കിയതും. പക്ഷേ താങ്കൾ ഇതിനുത്തരം നൽകുക. അദ്ദേഹത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കാൻ താങ്കൾ എന്തിനാണ് ഫോഴ്സ് ചെയ്തത്? താങ്കളാണ് ഫോൺ ചെയ്തത്. അദ്ദേഹം അപ്പോൾ ഒരു പ്രസ് കോൺഫറൻസിലായിരുന്നു. അതായത് നിങ്ങൾ നോക്കണം, അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആവുന്ന മൈൻഡിൽ തന്നെ ഇല്ല. പക്ഷെ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഒരു അനുഭവശാലി, അതായത് മഹാരാഷ്ട്ര നല്ലപോലെ മനസ്സിലാക്കിയുള്ള ഒരാള്, അദ്ദേഹം മഹാരാഷ്ട്രയിലുള്ള ഗവൺമെന്റ്സ് ഒക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മിനിസ്റ്റർ ആവുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസിനേറ്റ പോലെ ഏക്നാഥ് ഷിൻഡെനെ തന്നെ ചീഫ് മിനിസ്റ്റർ ആക്കി.
ഇദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്യട്ടെ. ശരിക്കും പറയണമെങ്കിൽ ഞാൻ ദേവേന്ദ്ര സാറിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ ഒരു നല്ല ആശംസകളും പറയണം. കാരണം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അതായത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങൾ ഒരു വാക്ക് പോലും ലാഗ് ചെയ്യാണ്ട്, ഒരു കണ്ടീഷനും ഇല്ലാണ്ട്, എന്താ ഏതാന്ന് പോലും ചോദിക്കാണ്ട് നിങ്ങളുടെ ഓർഡർ ഞാൻ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുടെ പോസ്റ്റും അക്സെപ്റ്റ് ചെയ്തു. ഇതിനുശേഷം ഉദ്ധവ് താക്കറെയോടൊപ്പം ചേരുവാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ശിവസേനയുടെ 2 ടീമും ഒന്നിച്ചു ചേർന്ന് BJP-യോടൊപ്പം അലയൻസ് വെക്കാൻ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ അതുപോലത്തെ സിറ്റുവേഷനൊക്കെ വരുമെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവിടുത്തെ സിറ്റുവേഷനൊക്കെ മാറി എന്നാണ് ഞാൻ ശരിക്കും പറയേണ്ടത്. നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് വേറെ ഒരു ആവശ്യം ഇല്ലെന്നാണ് എന്റെ തോന്നുന്നത്. ഞങ്ങൾ മുന്നോട്ട് പോകും. അവരുടെ ഒരു നല്ല ബോണ്ടിങ് ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തേക്കാം. പഞ്ചാബിൽ താങ്കൾ പല കോംപ്രമൈസും ചെയ്തും ഡെവലപ്പ് ഒന്നും കിട്ടിയില്ലല്ലോ. ഇനി തൊട്ട് നടക്കും. അതായത് 72 സീറ്റിൽ 2 സീറ്റ് മാത്രമാണ് ജയിച്ചത്. അതിനു മുമ്പ് വന്ന് നിങ്ങൾ പാർലമെന്റിൽ നോക്കുവാണെങ്കിൽ എല്ലാരും വന്ന് പറഞ്ഞു അക്കാളിദളമൊക്കെ വിടണമെന്ന്. അക്കാളിദളത്തിന്റെ അവസ്ഥ ശരിയല്ല, നിങ്ങൾ അതൊക്കെ വിടണമെന്നാണ് പറഞ്ഞത്. ഞങ്ങള് NDA പിന്തൊട്ട് വരുന്നത് കൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് വേണ്ടെന്നാണ്. അക്കാളിദൾ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പാർട്ട്ണർ. പ്രകാശ് സിംഗ് ബാദൽ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പാർട്ട്ണർ. അദ്ദേഹത്തിന്റെ അടുത്തുള്ള റെസ്പെക്ട് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിടത്തില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാലും ആ തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. എന്നാലും നമ്മൾ വിടത്തില്ല. തെരഞ്ഞെടുപ്പിൽ നിന്നു, നമ്മൾ തോറ്റും പോയി. അതുകൊണ്ട് ഞങ്ങൾ ഓപ്പോസിറ്റ് പാർട്ടി പോയി അങ്ങോട്ട് ഇരുന്നു. കാര്യം അന്ന് തീർന്നില്ല. ഞങ്ങളുടെ അലയൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹവും ഞങ്ങളുടെ പാർട്ട്ണറാണ്. കർഷക റൂള് പ്രകാരം ഹർഷപന്ത് മാഡം അവിടെ മിനിസ്റ്റർ ആയിരുന്നു. ഈ കർഷക റൂള് വരുന്ന സമയത്ത് മിനിസ്ട്രിയിൽ അവരൊരു വലിയ മെമ്പറായിരുന്നു. അവരവിടെ വന്ന് അവരവരുടെ പങ്കാളിപ്പൊക്കെ തന്നതാണ്. അതിനുശേഷമാണ് ആ റൂൾസും പാസ്സായി വന്നിരുന്നത്. അതിനുശേഷം എതിരിൽ പോരാരംഭിച്ചതും അക്കാളിദളം വിട്ട് അവർ പുറത്തും പോയി. ഞങ്ങളും പറഞ്ഞു നിങ്ങൾ പോകണമെന്ന് വിചാരിച്ചാൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് പോവാം. ഇത്രയും കാലം ഈ അലയൻസിൽ നഗരങ്ങളിൽ 117 വാർഡിലും 27 സ്ഥാനത്താണ് നിൽക്കാൻ നോക്കിയത് ആ ചെറിയ പാർട്ടി. അതും നഗരത്തിൽ മാത്രം നിൽക്കുന്ന പാർട്ടി. ഗ്രാമത്തിലോട്ട് ഞങ്ങൾ പോയില്ല. അന്ന് അവർ ആ അലയൻസിന് വന്നതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി ആദ്യമായിട്ട് 73 സ്ഥാനം പിടിക്കാനിരുന്നതാണ്. വരുന്ന കാലങ്ങളിൽ പഞ്ചാബില് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഓൾട്ടർനേറ്റീവായിട്ട് ആകാൻ പോകുന്നത്. തീർച്ചയായിട്ടും നടക്കും. അടുത്ത പാർട്ടി അവിടെ BJP തന്നെ ആയിരിക്കും. നഡ്ഡ സാർ, താങ്കൾ അലയൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അത് കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഫാക്ട് എന്താണ്? കഴിഞ്ഞ 8 വർഷത്തിൽ 19 പാർട്ടികൾ NDAയുടെ അലയൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ആരെയും അയച്ചില്ല, അയക്കാനും തയ്യാറല്ല. നഡ്ഡ സാർ, താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ കൈവശമുണ്ട്. ദേശത്തുള്ള എല്ലാ പാർട്ടികളെയും ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം BJP മാത്രമേ കാണുള്ളൂ. ഞങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാ പാർട്ടികളെയും ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന്. എല്ലാവരെയും ഇല്ലാതാക്കാൻ നോക്കുകയല്ലേ? ഇല്ല, ഞാൻ അതിന് ഉത്തരം പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നാഷണൽ പാർട്ടി പടിപ്പടി എന്തുകൊണ്ടാണ് ഷ്രിങ്ക് ആയത്? കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടിയായിട്ട് ഇരുന്നിട്ടും ഒരിക്കലും റീജിയണൽ ആസ്പിറൻസ് ഒന്നും അവർ മനസ്സിലാക്കിയില്ല. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്നു. എല്ലാ ചീഫ് മിനിസ്റ്റർ കോൺഗ്രസിനായിരുന്നു സപ്പോർട്ടും. 60 വർഷങ്ങൾക്ക് മുമ്പേ ഒരു റീജിയണൽ പാർട്ടി അവരവിടെ നിന്ന് നീക്കി തള്ളി. 60 years have passed, they are not able to regain those state. ആന്ധ്രാപ്രദേശില് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണം ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ് പിരിഞ്ഞതിന് ശേഷം ആന്ധ്രയിലും ഇല്ല, തെലങ്കാനയിലും ഇല്ല. 2 സ്ഥലത്തും കാണാണ്ട് പോയി. ആരാണ് വന്നത്? ഒരു ഭാഗത്ത് YSR പാർട്ടിയും ഭരണത്തിലോട്ട് ആന്ധ്രയ്ക്ക് വന്ന്, തമിഴ്നാട്ടിൽ AIDMK DMK വന്നു. തെലങ്കാനയിലാണെങ്കിൽ KCRന്റെ ഭരണവും വന്ന്. മിസ്റ്റർ ചന്ദ്രശേഖരന്റെ പാർട്ടിയായിരുന്നു അത്. തെലങ്കാനയുടെ ഡിസ്ട്രിക്ട് ലെവലിൽ വന്നു. ഇന്നത് ഇന്ത്യയുടെ ഗവൺമെന്റ് ആയിട്ട് മാറി. വെസ്റ്റ് ബംഗാളിൽ ആരാണ് വന്നത്? അന്ന് വെസ്റ്റ് ബംഗാളിൽ മമതാജിയാണ് വന്നത്. തിരുവണ്ണാമൽ കോൺഗ്രസ് വന്നിരുന്നു. ഉത്തർപ്രദേശിൽ നിങ്ങൾ ഇത്രയും ദിവസം ഭരണം എടുത്തോണ്ട് വന്നു. അപ്പൊ നിങ്ങളുടെ ചീഫ് മിനിസ്റ്റർ അല്ലായിരുന്നു വരേണ്ടത്? ഉത്തർപ്രദേശിൽ നിങ്ങൾ അങ്ങോട്ട് പറിച്ചെറിഞ്ഞില്ല അവരൊക്കെ. അപ്പൊ അവിടെ ഒരു റീജിയണൽ കക്ഷി അന്ന് വന്ന് പാർട്ടി തുടങ്ങി. ഈ റീജിയണൽ പാർട്ടിയൊക്കെ പടിപ്പടിയെ കുടുംബ പാർട്ടികളായി അവിടെയൊക്കെ. ഇപ്പൊ കുടുംബ പാർട്ടിയായിട്ട് മാറിയതിനു ശേഷം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് അൺസയന്റിഫിക് ആയതാണ്. ഇത് ഇന്ത്യ മണ്ണിൽ തന്നെ കാണാൻ പാടില്ല. അതുകൊണ്ട് ഈ റീജിയണൽ പാർട്ടിയൊക്കെ അത് തന്നെ പടിപ്പടിയെ പോയേക്കും. ചിലപ്പോ ചേട്ടനും മരുമോളും ആയിരിക്കും നിൽക്കുന്നത്, ചില സമയം മാമനും മരുമോളും ആയിരിക്കും നിൽക്കുന്നത്, പിന്നെ ചേട്ടനും അനിയനും ആയിരിക്കും എതിർത്ത് നിൽക്കുന്നത്. ഈ റീജിയണൽ പാർട്ടിയൊക്കെ എല്ലാം ഒരു കുടുംബ പാർട്ടിയായിട്ട് അവസാനം വരെ നിൽക്കും. കാരണം ഇന്ത്യയിലെ ജനങ്ങള് ഫാമിലി പാർട്ടി, അതായത് ഈ കുടുംബ പാർട്ടികളെ ഉറപ്പായിട്ട് റിജക്റ്റ് ചെയ്തേ തീരും. അതുകൊണ്ടാണ് BJP മുന്നേറുന്നത്.
നഡ്ഡ സാർ, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ റീജിയണൽ പാർട്ടികളെല്ലാം ഇല്ലാതാകും, കുടുംബ പാർട്ടികളെല്ലാം നശിച്ചു പോകും, അവസാനം BJP മാത്രമേ കാണുള്ളൂ. ഫിലിം മുഗളി ആസാമിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഉള്ളിനുള്ളിലിരുന്നത് വായ് വഴി പുറത്തേക്ക് വന്നു. ഇല്ല, ഞാനങ്ങനെ എല്ലാത്തിനെയും അവസാനിപ്പിക്കണമെന്ന് താങ്കൾ ഞാനങ്ങനെ വിചാരിച്ചില്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഐ ബിലീവ് ഇൻ ഹെൽത്തി കോമ്പറ്റീഷൻസ്. ഞാൻ ഹെൽത്തി കോമ്പറ്റീഷനെ കുറിച്ചേ സംസാരിക്കുള്ളൂ. പക്ഷെ എനിക്കറിയാം, ഒരു പക്ഷെ നിങ്ങൾ ചെറിയ ചെറിയ ഗോൾസ് ഒക്കെ വെച്ച് മുന്നേറി പോവുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഞാൻ എന്റെ വലിയ ഗോൾസിനോടൊക്കെ മാച്ച് ചെയ്യുന്നത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മുന്നോക്കി പോകൂ. എനിക്കെന്താണ് ഇതിൽ പ്രശ്നം? ഇത് ഈ വഴി നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്നെ കൊണ്ട് അതിന് വരാൻ പറ്റില്ല. താങ്കൾ വലിയ വലിയ പാർട്ടികളെയൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള ഒരു വലിയ കുറ്റാരോപണം എന്റെ പക്കലുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ JP നഡ്ഡയുടെ മേലുള്ള കുറ്റങ്ങളും അതിനുള്ള ഉത്തരവും നമുക്ക് നോക്കാം. കോൺഗ്രസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ദൂരെ എവിടെങ്കിലും അലയൻസ് വെച്ചാൽ പോലും അവരുടെ നേതാക്കൾ MLA മാരോട് പറയുന്നത് റിസോർട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ തടിയൻ ചേട്ടൻ ഇവിടേക്ക് വരുമെന്ന്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ JP നഡ്ഡയുടെ മേൽ പല ചോദ്യങ്ങളും ഉയർത്തി അദ്ദേഹം അതിനുള്ള ഉത്തരങ്ങൾ നൽകുകയാണ്. ആപ്കി അദാലത്തിൽ BJPയുടെ ദേശീയ പ്രസിഡന്റ് നഡ്ഡയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കെ അദാലത്തിൽ BJPയുടെ ദേശീയ പ്രസിഡന്റ് JP നഡ്ഡയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം, അതായത് ഇദ്ദേഹം മേശ തിരിക്കുന്നതിൽ കില്ലാടിയാണ് എന്നുള്ളതാണ്. നഡ്ഡ സാർ, കോൺഗ്രസ്സുകാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ദൂരെ എവിടെങ്കിലും ഭരണത്തിൽ വന്നാലും ശരി അവരുടെ നേതാക്കൾ MLA മാരോട് പറയുന്നത് റിസോർട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ തടിയൻ ചേട്ടൻ ഇവിടേക്ക് വരുമെന്ന്. അതായത് നിങ്ങളുടെ MLA നിങ്ങളുടെ ഭാഗത്തില്ലെങ്കിൽ ഈ അവസ്ഥ എങ്ങനെ ഏർപ്പെടും? താങ്കളല്ലേ ഉണ്ടാക്കിയെടുത്തത്? ഞാനൊന്നും ചെയ്തില്ല. ഇത് അവരുടെ കുടുംബത്തില് ഒരു വീക്കായ ഒരു സ്റ്റേജ് എന്നാണ് ഇതിന് പറയേണ്ടത്. അവരുടെ പാർട്ടികളൊക്കെ നശിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ നശിക്കുന്ന സമയത്ത് ആരാണോ ആ സമയത്ത് അലേർട്ട് ആയിട്ടിരിക്കുന്നത്, ഏത് പാർട്ടികളാണോ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, അവരവരോടൊപ്പം ചേർക്കൂലോ. ഇലക്ഷനിൽ ആര് ജയിച്ചാലും ശരി അവിടെ നഡ്ഡ സാറും അമിത്ഷായും ചേർന്ന് താമര വിരിയിപ്പിക്കും. ഇല്ല, ഞാൻ പിന്നെയും പറയാം, അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. അവരവിടുന്ന് ഇട്ടിട്ട് വരാന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതായത് ഹിമാചൽ പ്രദേശിൽ ഇലക്ഷൻ നടന്നു, റിസൾട്ട് വന്നു, കോൺഗ്രസ് കംഫർട്ടബിൾ മെജോറിറ്റിയിലാണ് ഉള്ളത്. പക്ഷെ അവരുടെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ രാത്രി ഏത് റിസോർട്ടിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ തടിയൻ ചട്ടം വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ അവരുടെ MLA അവരുടെ കൺട്രോളിൽ തന്നെ ഇല്ലെന്നാണല്ലേ പറയണ്ടേ? അതുകൊണ്ടാണല്ലോ അവർ റിസോർട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ടത്. നമ്മുടെ ആൾക്കാർ ആരെയും കൊണ്ടുപോയില്ലല്ലോ. അവിടെ ആരെവിടെ പോയി ചുറ്റിയാലും എല്ലാവർക്കും അതറിയാം. പ്രധാനമന്ത്രി മോദിജിയുടെ തലമേല് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് മുന്നെടുത്ത് ചെല്ലണമെന്ന് വിചാരിക്കുള്ളൂ. ഞങ്ങളുടെ ആൾക്കാർ ആരും റിസോർട്ടിൽ പോകുന്നില്ല. അത് താങ്കളുടെ ഹോം സ്റ്റേറ്റ് ആണ്. അവരെ മര്യാദയ്ക്ക് ഭരിക്കാൻ വിടുവോ ഇല്ലയോ? അവര് നല്ല രീതിയിൽ നടക്കട്ടെ, ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തെ നോക്കണ്ട, സൂക്ഷിച്ചു നോക്കണമെന്നും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഇത് പറഞ്ഞതാണ്. ഇത് കേട്ടതിന് ശേഷം എനിക്ക് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവര് അവരുടെ വഴിയെ പോവട്ടെ. ഞാൻ എന്തിനാ ഇടയ്ക്ക് ഒരു കട്ടുറുമ്പാവുന്നത്? ഞാൻ അങ്ങനെ ഇരിക്കാൻ പോകുന്നില്ല. അവർക്ക് ഞാൻ തെളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഫുൾ സപ്പോർട്ട്. പാർട്ടി ഡെവലപ്മെന്റ് ഓഫ് ഹിമാചൽ പ്രദേശ്, ഞാൻ അവരുടെ ഒപ്പം നിൽക്കും. രാജസ്ഥാനിൽ നോക്കിയാൽ അശോക് ഗെഹ്ലോട്ട് അവിടെയുള്ള 51 MLA മാരെ അവിടെ ഹോട്ടലിൽ താമസിപ്പിക്കേണ്ടി വന്നു. അതിനുശേഷം ശരിക്കും പേടിച്ചു. അതുകൊണ്ട് അവിടെ നിന്ന് 51 പേരെയും ജയ്സാമറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അതും പോലീസ് പ്രൊട്ടക്ഷനിൽ. അപ്പൊ ആപത്ത് അവരുടെ പാർട്ടിക്കകത്ത് തന്നെയായിരുന്നു, ഞാൻ മൂലമല്ല. അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ചില ആൾക്കാര് ആരൊക്കെയാണ് അവർ ഡൽഹിയിലോട്ട് വിളിച്ചത്, നിങ്ങൾക്ക് ഇത് തരാം, ഞാൻ അത് തരാമെന്നും പറഞ്ഞ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ശക്തി എവിടെയെങ്കിലും, അതായത് മോറൽ ശക്തി എവിടെയെങ്കിലും എടുത്ത് തീരും. പാർട്ടിയിൽ എങ്ങനെ ഇതൊക്കെ നടക്കുന്നു? ഒരു പാർട്ടിയിൽ നിന്ന് MLA അല്ലേ വരുന്നത്, അവരെയൊക്കെ സുരക്ഷിക്കേണ്ട ജോലി ആരുടേതാണ്? നിങ്ങളുടേതല്ലേ? നിങ്ങളുടെ അടുത്തൊന്നും പിരിഞ്ഞ് എന്തിനാ അവർ പോകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്തിനാ കൈയാളാൻ വിചാരിച്ചത്? ഇതാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ. അതായത് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഭാരതീയ ജനതാ പാർട്ടി, JP നഡ്ഡ പണബലത്തിന്റെ ധൈര്യത്തിൽ ഭരണം കമഴ്ത്താൻ നോക്കിയെന്ന്. ഓൾറെഡി 5 സർക്കാരിനെ കമഴ്ത്തിയടിച്ചു, 6ാമതായി എന്നെയും നോക്കി. അത് അവരുടെ പ്രശ്നമാണ്, അവരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നിട്ട് പാർട്ടി ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ പോയി അവരുടെ അടുത്ത് ഇല്ല നിങ്ങൾ പൊക്കോന്നാണോ പറയാൻ പറ്റുന്നത്? സാർ, അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയൊന്നുമില്ല രജിത് സാർ, ഞാൻ ഒരിക്കലും ആരും അങ്ങനെ പേടിപ്പിക്കില്ല. പേടിപ്പിച്ച് ആരും കൂടെ നിർത്തിക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് ഇതിനെല്ലാം ഒരു മാറ്റം വന്നത്? നഡ്ഡ സാർ BJPയുടെ അധ്യക്ഷനായപ്പോ. 2019 മുൻപ് ഇങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ. കർണാടകയിൽ നിങ്ങൾക്ക് മെജോറിറ്റിയേ ഇല്ല. പക്ഷേ കുറച്ചു നാളിനുള്ളിൽ നിങ്ങളുടെ ഭരണം അവിടെ. ഞാൻ പിന്നെയും പറയുവാണ്, അവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ, അവിടെ അന്ന് ജനങ്ങൾ കോൺഗ്രസ് കക്ഷി, അതായത് കുമാരസ്വാമിക്കെതിരെയൊക്കെ അന്ന് ജനങ്ങൾ ഒരു വിധത്തിൽ എന്തൊക്കെയോ നടന്നുകൊണ്ടിരുന്നായിരുന്നു. അതുകൊണ്ട് പാർട്ടിയിൽ ചെറിയ രീതിയിലൊരു ക്രാക്കൊക്കെ ഉണ്ടായി തുടങ്ങി, പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് ദിവസവും ഓരോ ന്യൂസ് ആയിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരുന്നു. കോൺഗ്രസ് പാർട്ടി പിന്നെ JD ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ നടക്കുമെന്ന്. അതവിടെ ഒരു ചോദ്യചിഹ്നമായിരുന്നു. അവരുടെ പാർട്ടിക്ക് ബലമില്ലാത്തത് കൊണ്ട് അവർ നേരെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നു ചേർന്നു. 17 MLA മാരെ രാജിവെപ്പിച്ചു.
അത് ചെയ്യിപ്പിച്ചത് താങ്കളല്ലേ? ഇല്ല, അവര് വന്ന് ഞങ്ങളോടൊപ്പം ചേർന്നോളാന്ന് പറയുന്ന സമയത്ത് റൂൾസ് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ റൂൾസിന് ഏറ്റ പോലെയാണ് അത് പോകേണ്ട കാര്യം ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പോഴാണ് അവരുടെ മനസ്സെന്താന്ന് മനസ്സിലായത്. അതങ്ങ് തുറന്നു വന്നു. MLA ആയിരുന്നവര് റിസൈൻ ചെയ്യുന്നത് ഞങ്ങളുടെ ഒപ്പം ചേരാൻ വന്ന്. പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടാണ് അവരങ്ങോട്ട് പോയത്. പിന്നെയാണ് രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയായിട്ട് വന്നത്. ഇതുപോലെ തന്നെ മധ്യപ്രദേശിലും സംഭവിച്ചിരുന്നു. അതെ. അവിടെയും MLA മാർ റിസൈൻ ചെയ്തു. കോൺഗ്രസിന്റെ മെജോറിറ്റി സർക്കാരിനെ അവിടെയും കമ്മിറ്റി. അങ്ങനെ സംഭവിക്കുള്ളൂ. ഇതില് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, അതായത് പാർട്ടിക്കകത്ത് നിങ്ങളുടെ ഇന്റേണൽ ഡെമോക്രസി മുഴുവനും അവസാനിച്ച് പാർട്ടിക്കകത്ത് നിങ്ങളുടെ സംസാരം എല്ലാം തീർന്നു പോവുകയാണ്. നിങ്ങളുടെ 20-15 MLA-കള് MLA റിസൈൻസ് ഒക്കെ ചെയ്തിട്ട് BJP-യിലോട്ട് വന്ന് ജോയിൻ ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം ചേർന്ന് പോരാടി അവർ ഈ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കാൻ ഇപ്പൊ തയ്യാറാണ്. അവരുടെ വിൽ പവർ ഇത്ര സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോ അതിൽ എന്റെ ധൈര്യം മാത്രമല്ലാണ്ട് അവരുടെ ഒരു തോൽവി അതിലുണ്ടാവൂലോ. അവരെ ഇട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നവർ ചേർന്നത്. ഇതുപോലെ അവരും വന്ന് ചേരുവാണെങ്കിൽ ഞങ്ങൾ ചേർത്തോളാം. അതായത് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് കോൺഗ്രസിലുള്ള MLA-മാരെ എന്റെ പാർട്ടിയിലേക്ക് ചേർത്തുന്നു. ഇതാ നോക്കൂ, നിങ്ങള് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ജനങ്ങൾ വന്ന് ചേരണമെന്ന് വിചാരിക്കുമ്പോൾ അവരെ ചേർക്കാണ്ടിരിക്കുന്നത് നല്ലതല്ലല്ലോ. പറയേ, ഇങ്ങനെ ചേർക്കുന്നതിനെ കുറിച്ച് കേജ്രിവാൾ എന്താ പറഞ്ഞെന്ന് ഞാനിപ്പോ പറയാം. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ BJP 277 MLA-മാരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. ഒരു MLA-ക്ക് വേണ്ടി 20 കോടി രൂപ ചെലവാക്കിയാലും 5600 കോടി രൂപ നഡ്ഡ സാർ ഇതിനുവേണ്ടി ചെലവാക്കിയെന്ന്. കെജ്രിവാൾ പറയുന്ന കാര്യം ആരാ സീരിയസ് ആയിട്ട് എടുക്കുന്നത്? സ്വാതന്ത്ര്യ ഇന്ത്യയിലുള്ള ഓരോരുത്തരും ഒരു തലവന്റെ മുമ്പില് ബോർഡും വെച്ചോണ്ട് അലയേണ്ട അവസ്ഥയാണ് ഞാനൊരു നല്ലവനാകുന്ന. ഞാൻ കണ്ട ആദ്യത്തെ തലവൻ ഇയാളാണ്, ഇതുപോലെ ബോർഡും വെച്ചോണ്ട് അലയുന്ന ഒരാള്. ഇപ്പൊ നിങ്ങൾ ഗുജറാത്തിലൊക്കെ കണ്ടു കാണും. ഒരു പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. IBയുടെ റിപ്പോർട്ട്, അതായത് ആം ആദ്മി പാർട്ടി പിന്നെയും ചേരുന്നെന്ന്. ഇങ്ങോട്ട് നോക്ക്, ഞാനൊരു പേപ്പറിൽ എഴുതി തരാം, അത് നോക്കിക്കോളൂ. എവിടെ അവർ ഒതുങ്ങിയത്? എവിടെ അവരിരുന്നു? എവിടെ വന്നാ അവരുടെ അവസ്ഥ മാറിയത്? നിങ്ങൾക്കത് മനസ്സിലാവണമല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്ത് ചോദിക്കുന്ന ആ മറ്റേ പേപ്പർ എന്തിയേ? ഒന്നാ പേപ്പർ കാണിച്ചു തരൂ. അതിനുള്ള ഉത്തരം വന്നില്ല. ഇതുപോലത്തെ ആളുകളെ അല്ല, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡൽഹിയിലുള്ള അദ്ദേഹത്തിന്റെ ഭരണം ഇല്ലാതാക്കാൻ താങ്കൾ ശ്രമിച്ചെന്ന്. ഞാൻ അതാണ് പറയുന്നത്. ചാക്കിലാക്കാൻ അത് തന്നെയാ പറഞ്ഞത്. പറയുന്നത്. ശരി, കെജ്രിവാളിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? ഞാൻ പാർട്ടി തുടങ്ങൂല, ഇതാ ഇപ്പൊ തുടങ്ങി. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കൂല, പക്ഷെ ഇതാ നിൽക്കുന്നു. കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യില്ല, ഇതാ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ക്രിമിനൽസിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല, ഇതാ ഇപ്പൊ ഒരാൾ ജയിലിലുണ്ട്, മറ്റുള്ളവരൊക്കെ ബെയിലുണ്ട്. അതിന്റെ ഒപ്പം ക്രിമിനൽ ചാർജസും ഉണ്ട്. നിങ്ങളത് കണ്ടിരിക്കുമല്ലോ. എല്ലാവരുടെയും ക്രെഡിബിലിറ്റി, അതായത് ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി. നാണം ഉണ്ടാവണം. ഒരു തെറപ്പിസ്റ്റിനെ റേപ്പിസ്റ്റ് ആക്കിയേക്കുവാ. അപ്പോ എന്ത് എക്സ്പ്രഷൻ ആയിരുന്നു ആ സമയത്തൊക്കെ? നാണം ഉണ്ടാവണമെന്ന് പറയുന്ന സമയത്ത്. പിന്നെ സത്യേന്ദ്ര ജെയിൻ അദ്ദേഹം തെറപ്പിസ്റ്റിനെയാണ് റേപ്പിസ്റ്റ് ആക്കിയത്. ഇതുപോലെ സത്യേന്ദർ ജെയിൻ ചെയ്ത എല്ലാം അദ്ദേഹം കണ്ടില്ലേ? എല്ലാം കൂടെ കണ്ടു. പിന്നെ മറ്റേ അദ്ദേഹത്തിന് ശരീരത്തിന് നല്ല സുഖമില്ല, അതുകൊണ്ട് കുറച്ച് മസാജ് ആവശ്യമുണ്ടെന്ന്. അതെ, അത് തീർച്ചയായിട്ടും ജയിലില് മസാജൊക്കെ ചെയ്തോണ്ടിരിക്കുമെന്നാ തോന്നുന്നത്. ആണല്ലോ. ഞാനെന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, റൂൾസ് മാറുന്നവര്, അതായത് ആം ആദ്മി പാർട്ടിയിലുള്ള എല്ലാവരും ചെയ്തു. മനീഷ് സിസോഡിയ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മദ്യത്തിന്റെ പേരിൽ അഴിമതി കാണിച്ചെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്താലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു എവിഡൻസും ഇല്ല. 170 മൊബൈൽസ് ഡെസ്ട്രോയ് ചെയ്യുന്നത്, പിന്നെ ഇൻട്രോഗേഷൻ സമയത്ത് പുറത്തു വന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വരും. പക്ഷെ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഹെൽത്തിൽ കറപ്ഷൻ, എഡ്യൂക്കേഷനിലും കറപ്ഷൻ, പിന്നെ മദ്യത്തിലും കറപ്ഷൻ, ട്രാൻസ്പോർട്ടിൽ കറപ്ഷൻ, ഡൽഹി ട്രാൻസ്പോർട്ടിൽ കറപ്ഷൻ ഇങ്ങനെ ലൈനായിട്ട് നടക്കും. പക്ഷെ ആർക്കും ഉത്തരം പറയുന്നില്ല. ഒരു ഉത്തരവും വരുന്നില്ലെന്നേ. ഞാനൊരു നല്ലവനാണെന്ന് പറഞ്ഞൊരു ബോർഡ് എടുത്തോണ്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ഇതിൽ തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാവല്ലോ എന്തൊക്കെയാണ് റൂൾസിന് അഗൈൻസ്റ്റ് ആയിട്ട് അവർ ചെയ്തെന്നുള്ളത്. അദ്ദേഹത്തിനോട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരിക, അപ്പോൾ ED CBI കേസുകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് താങ്കൾ പറഞ്ഞതായിട്ട് കേട്ടു. സത്യമാണോ അത്? ചാൻസേ ഇല്ല. അങ്ങനെ ഒരു ചോദ്യം വരത്തില്ല. ഇങ്ങനത്തെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ എന്തിനാ ചേർക്കാൻ പോകുന്നത്? അവരൊന്നും ഞങ്ങൾ കണക്കി പോലും എടുക്കുന്നില്ല. അങ്ങനെ നടക്കാൻ സാധ്യതയും ഇല്ല. ന്യൂയോർക്ക് ടൈംസിൽ എഡ്യൂക്കേഷൻ നന്നായിട്ടുണ്ടെന്ന് പ്രിന്റ് ആവുന്നുണ്ട്.
പക്ഷെ എഡ്യൂക്കേഷന്റെ അവസ്ഥ എന്താണ്? ഒരു പ്രിൻസിപ്പൽസും ഇല്ല അതില്. ടീച്ചേഴ്സ് ഇല്ല, റൂംസ് ഒക്കെ ഇടിഞ്ഞു വീഴുന്നു. ഇങ്ങനെയാണുള്ള ഇതിന്റെ അവസ്ഥ. പക്ഷെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തു. ഇങ്ങനെയുള്ള ആളുകള്, അതായത് ജനങ്ങളെയൊക്കെ തെറ്റായ വഴിയിലാണ് നടത്തുന്നത്. ഇതുപോലത്തെ ആളുകൾക്ക് പാലും വെള്ളവും പിരിച്ചു കാണിക്കേണ്ടത് ഞങ്ങളുടെ കടമ. അതാണ് പക്ഷേ ഞങ്ങൾ നഡ്ഡ സാർ, ചെയ്യുന്നത്. താങ്കൾക്ക് പാലും വെള്ളവും ഒന്നും ഡൽഹിയിൽ കാണാൻ സാധിച്ചില്ല. അതെ, ഡൽഹിയിൽ 3 പ്രാവശ്യം അവര് നിങ്ങളെ തോൽപ്പിച്ചു. ശരി. ഞങ്ങൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനുശേഷം ഫ്യൂച്ചറിൽ ഞങ്ങൾ കോമ്പറ്റേറ്റ് ചെയ്യും. ഉറപ്പാണത്. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇല്ലേ, ഇത് നിങ്ങളുടെ സ്റ്റേറ്റ് ആയിരുന്നു. ആദ്യം BJP. അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിന്റെ പാർട്ടി അവർക്ക് മുഴുവനായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് അവർ മത്സരിച്ചതെന്ന് നിങ്ങൾ നോക്കിയാൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് മത്സരിച്ചിരുന്നത്. സോ ഇത് കൂട്ട് മത്സരത്തിൽ നാച്ചുറലി ഒരു നല്ല ഔട്ട്കം തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങളത് മനസ്സിലാക്കി. ഇപ്പൊ തനിച്ചാണ് നമ്മൾ മത്സരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ തനിച്ച് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം പറഞ്ഞാണ് കളിയാക്കുന്നത്. അതായത് ഡൽഹി കോർപ്പറേഷൻ ഇലക്ഷനിൽ BJP വലിയ വലിയ നേതാക്കന്മാരെ കളത്തിലിറക്കി, മുഖ്യമന്ത്രിമാരൊക്കെ വന്ന് പ്രചാരണം ചെയ്തു. എന്നിട്ടും ജയിച്ചില്ല. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ നിൽക്കുന്നത്. ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അത് തെരഞ്ഞെടുപ്പായിട്ടേ കാണത്തുള്ളൂ. ഞങ്ങൾ ഒരു ദിവസത്തിൽ തീരുമാനിക്കത്തില്ല. ഹൈദരാബാദിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ കോർപ്പറേഷന് വേണ്ടി ദേശീയ തലവനാണ് ഇവിടുന്ന് പോയിരുന്നത്. ഞങ്ങൾ അവിടെ പോയി വിജയിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിന്റെ സിമ്പിളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ കളത്തിലെ പോരാടത്തുള്ളൂ, അവിടെ തന്നെ പോരാടത്തുള്ളൂ. ഒരുപക്ഷെ കമാൻഡർ ഉണ്ടെങ്കിൽ രാത്രി പകലായിട്ട് സോൾജേഴ്സിനൊപ്പം പോരാടും. കഷ്ടപ്പെട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത്. അവരുടെ ഒപ്പം നിൽക്കും. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടേത് വലിയ പാർട്ടിയാണ്, അവരുടേത് ഒരു ചെറിയ പാർട്ടി. പക്ഷെ വളരെ വേഗം തന്നെ ഞങ്ങളൊരു ദേശീയ പാർട്ടിയായി മാറിയെന്ന് അവർ പറയുന്നു. ഇപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ കുറഞ്ഞ സമയത്തും ദേശീയ പാർട്ടിക്ക് എന്താണോ വേണ്ടത് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് NCPക്ക് അത് കിട്ടി. അതിനെക്കുറിച്ച് ഒരു വിവരവും അവർക്ക് അറിയത്തില്ല. അതായത് മറ്റുള്ള പാർട്ടികളും കുറച്ച് സമയത്ത് ദേശീയ പാർട്ടിയായിട്ട് മാറി. തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ നിന്നുള്ളവർ നിങ്ങൾ അവിടെ BJP തന്നെ ജയിക്കുള്ളൂ എന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ റിസൾട്ട് കണ്ടപ്പോൾ നിങ്ങൾ വല്ലാതെ ഹേർട്ടായിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ബംഗാളിൽ നിന്നുള്ള ഒരാളായിരിക്കാം, അതായത് നിങ്ങളുടെ ഭാര്യ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യയെ സമാധാനിപ്പിച്ചത്? അവരും ഹേർട്ടായിട്ടുണ്ടാവും, ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി കുറച്ച്. ഫ്രം 3 seats we went to 77 seats. അതുപോലെ വാക്കിന്റെ ശതമാനങ്ങളും ഞങ്ങൾക്ക് കൂടുതൽ തന്നെയായിരുന്നു. ഞങ്ങൾ അവിടെ ഓപ്പോസിറ്റ് പാർട്ടിയായി മാറി. 1 step ഫോർവേഡ്. ഒരു ചെറിയ ലീവ് എടുത്തായിരുന്നു. ഇത് ഞങ്ങൾക്കൊരു നീണ്ട പാച്ചലായിരുന്നു. അതെ, ഞങ്ങൾക്ക് ഭരണത്തിൽ വരാൻ പറ്റാത്തത് സത്യമാണ്. വരാൻ കഴിഞ്ഞില്ല. അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ട്. നിങ്ങൾക്കറിയാം, അവസാനത്തെ 3 സ്ഥലത്തിന്റെ തെരഞ്ഞെടുപ്പിലൊക്കെ കൊറോണ വന്നെത്തി. ഞങ്ങളുടെ പ്രചാരണം നിന്നുപോയി. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വേറെ ഇതുപോലെ കുറെ കാരണങ്ങള്. 20-40 സീറ്റ് കിട്ടേണ്ടതാ ഞങ്ങൾക്ക്. അതിൽ സംശയമില്ല. മമതാജി പറയുന്ന ഈ നഡ്ഡ ചട്ട ഇവരെല്ലാം വരുന്നു. അവര് ഓരോരുത്തർ ചെയ്യുന്ന പിന്നണി വരുന്ന പ്രശ്നമാണ് ഇതൊക്കെ. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അവർ വരുന്നത് അതുപോലെ അവർ സംസാരിക്കത്തുള്ളൂ. അവർക്കും ആശംസകൾ. ഞങ്ങളിപ്പോഴും മമതാജി എന്ന് തന്നെ വിളിക്കുന്നത്. ബംഗാൾ അവർക്ക് എത്ര നന്നായിട്ട് അറിയാവോ അത്ര അളവിന് എനിക്ക് നല്ലപോലെ അറിയാം. ഇക്കാര്യം അവർ മനസ്സിലാക്കിയിരിക്കണം. അവർ മനസ്സിലാക്കിയില്ല, അത്രേ ഉള്ളൂ. അവര് ചോദിച്ച ചോദ്യം, താങ്കൾ ബംഗാൾ ഇലക്ഷനെ തോൽക്കാൻ വീട്ടിൽ വഴക്ക് കേട്ടോന്ന്. ഇല്ല, അതായത് എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു കാര്യം നന്നായിട്ട് അറിയാം. നെവർ മൈൻഡ്, വിൽ ട്രൈ അഗൈൻ. നഡ്ഡ സാർ, ഇനിയും പല ചോദ്യങ്ങളുണ്ട്. ജനങ്ങളുടെ ചോദ്യങ്ങളും ബാലൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇദ്ദേഹത്തോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. അവർ പറയുന്നു, മോദി കഴിഞ്ഞ 8 വർഷമായിട്ട് ചെയ്ത തെറ്റുകൾ കാരണം ഞാനൊരു സ്നേഹത്തിന്റെ കട തുറക്കാൻ പോവുകയാണെന്ന്. സ്നേഹം ഒരിക്കലും ഒരു കടലും കിട്ടത്തില്ല. സ്നേഹം ഒരു ആറ്റിറ്റ്യൂഡാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ഇദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു. നഡ്ഡ സാർ, രാഹുൽ ഗാന്ധി എപ്പോഴും പറയാറുണ്ട് അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ്. താങ്കൾ അത് നിർത്താൻ പറഞ്ഞു. യാത്ര നിർത്തണം, അല്ലെങ്കിൽ കൊറോണ സ്പ്രെഡ് ആവുമെന്ന് പേടിപ്പിച്ചെന്ന് കേട്ടു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതും ഇല്ല. കൊറോണയുടെ നോംസ് ഒക്കെ ഫോളോ ചെയ്യണം. എല്ലാവരും ഫോളോ ചെയ്യുന്ന സമയത്ത് അവരും ഫോളോ ചെയ്യണമല്ലോ. പക്ഷെ ഞാൻ ഒരാളെ വിരട്ടുന്നതോ അവരെ കണ്ട് ഞാൻ പേടിക്കുന്നതോ ഒന്നുമില്ല. അദ്ദേഹം ആ നീണ്ടുപോയ പ്രയാണത്തിന് നല്ലപോലെ വിജയിച്ചു. ഞാൻ സന്തോഷപരമായി ആശംസിക്കുന്നു. എനിക്ക് സന്തോഷമാ. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാ, ഇന്ത്യയിൽ വന്ന് അദ്ദേഹത്തിന് അടുത്തിരുന്ന് കാണാനുള്ള ചാൻസ് കിട്ടിയില്ലേ?
അല്ലല്ലല്ല, താങ്കൾ പ്രചരിപ്പിച്ച വെറുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ദാ നോക്കൂ, ഞാൻ പിന്നെയും പറയുവാണ്. അതായത് നിങ്ങളുടെ വാക്കുകളിൽ എന്തോരം വെറുപ്പുണ്ടെന്ന് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ച് എന്തറിയാൻ പോവാണ്. JNUവിൽ ഒരു ഘോഷം ഉണ്ടായിരുന്നു. അഫ്സൽ ഞങ്ങൾ നാണിക്കുന്നു, നിങ്ങളുടെ കുറ്റവാളി ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഈ അഫ്സൽ ആരാണ്? അഫ്സൽ പാർലമെന്റ് അട്ടാക്കിന്റെ മാസ്റ്റർ മൈൻഡ്. അയാൾ തൂക്കിലിടാൻ പറ്റി. അഫ്സൽ ഞങ്ങൾ നാണം കെടുവാണ്. അതായത് നിങ്ങളുടെ കുറ്റവാളി ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാ കുറ്റവാളി? സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്. കുറ്റവാളി ആരാണ്? പ്രണാബ് മുഖർജി. അന്ന് അദ്ദേഹമായിരുന്നു അത്. അദ്ദേഹമാണെന്ന് തൂക്കിലിടാൻ പറഞ്ഞതും അന്ന് അദ്ദേഹം കുറ്റവാളിയായി. പിന്നെ രാഹുൽ ഗാന്ധി അന്ന് നെക്സ്റ്റ് ഡേ JNUവിലോട്ട് പോവാ. അവിടെ എന്ത് ഘോഷമാ പറയുന്നത്? ഇന്ത്യ പീസ് ആയിട്ട് മാറും, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഇതുപോലത്തെ ഘോഷങ്ങളായിരുന്നു അന്ന് മൊത്തം. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു മറ്റൊരാള് JNUയുടെ പ്രോഡക്റ്റ് ആ സമയത്ത് ആ കേസിലും സംബന്ധപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം നിങ്ങളൊപ്പം യാത്രയ്ക്ക് വന്നില്ലേ? ഇത് ഒരുമിക്കുന്ന യാത്രയോ അതോ ഒടിക്കുന്ന യാത്രയോ? ഇവരാണോ ഇന്ത്യ ഒട്ടിപ്പിക്കാൻ നടക്കുന്നത്? ഇവരാണോ പോയി ഇന്ത്യ ഒട്ടിച്ചു വയ്ക്കാൻ പോകുന്നത്? ഇതുവരെ അവരൊരു ക്ഷമ പോലും ചോദിച്ചിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നതാണ് യെസ് ഐ ഡിഡ് നോട്ട് നോ, ഞങ്ങൾ തെറ്റായ ഒരു ആൾക്കാരുടെ കൂടെയാണ് ഇത്രയും ദിവസം ഇരുന്നെന്ന്. ഞങ്ങൾ അതിനു വേണ്ടി ക്ഷമ ചോദിക്കുവാന്നൊക്കെ. നാട്ടില് ക്ഷമയൊക്കെ ചോദിക്കണ്ടേ? പക്ഷെ അത് ഒട്ടിക്കുന്ന യാത്രയല്ല, ഒടിച്ചു തള്ളുന്ന യാത്രയാ. അവര് പറയുന്നു മോദി കഴിഞ്ഞ 8 വർഷമായിട്ട് ചെയ്ത തെറ്റുകൾ കാരണം ഞാനൊരു സ്നേഹത്തിന്റെ കട തുറക്കാൻ പോവുകയാണെന്ന്. സ്നേഹം ഒരിക്കലും ഒരു കടലും കിട്ടത്തില്ല. സ്നേഹം ഒരു ആറ്റിറ്റ്യൂഡാണ്. സ്നേഹം ഒരു മനസ്സാണ്. ആ മനസ്സാണ് ഞങ്ങളുടെ എല്ലാവർക്കും ഉള്ളത്. എല്ലാവരുടെ സപ്പോർട്ട്, എല്ലാവരുടെ വളർച്ച, എല്ലാവരുടെ വിശ്വാസം, ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ താരക മന്ത്രം. ഇത് ഞങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യും. ഞങ്ങളാണ് സാർ സ്നേഹം കാണിക്കുന്നത്. ഞങ്ങളല്ലേ എല്ലാവരും വിളിച്ചോണ്ടും പോകുന്നത്. നട്ട സാർ, അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ എപ്പോൾ ഇലക്ഷൻ വന്നാലും താങ്കൾ എല്ലാവരുടെ പിന്നിലും ED, CBI ഇവരെയൊക്കെ അയക്കുകയാണെന്ന്. EDയും CBI ഒക്കെ താങ്കളുടെ അടുത്ത് വന്ന് താങ്കൾ വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം നോക്കിയോളാം എന്ന് പറയുന്നു. നോക്കൂ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഈ കോൺഗ്രസ് ഭരണത്തിലുള്ളപ്പോഴല്ലേ ഇത് പറഞ്ഞത് ED, CBI ഒക്കെ ഒറ്റ കൂണ്ടിലടയ്ക്കുന്നതൊക്കെ സമമാണെന്നുള്ളത്. ഇവരുടെ ചിന്ത എങ്ങനെയുണ്ടാവോ അങ്ങനെ അത് കണ്ണിലും കാണത്തുള്ളൂ സാർ. അതുകൊണ്ടാണ് അങ്ങനത്തെ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അവർ ഇൻഡിപെൻഡന്റ് ഏജൻസീസ് അല്ലേ. ഈ ഇൻഡിപെൻഡന്റ് ഏജൻസീസ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ദിവസം തോറും വന്നോണ്ടിരിക്കും ഇങ്ങനെ. അതിനുവേണ്ടി CBIയുടെ അവരുടെ പണി നിർത്തിവെക്കണമെന്നാണോ? അവരുടെ പണി അവർ നോക്കും. പക്ഷേ നിങ്ങൾ പറയൂ, ഒരു പക്ഷേ CBIയോ ഇല്ലെങ്കിൽ EDയോ വല്ല കേസ് ഇട്ടാൽ ആ കേസില് കോർട്ടിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ബെയിൽ കിട്ടാത്തത്? ഇവരെന്തുകൊണ്ടാണ് കോർട്ടിൽ പോവാൻ തയ്യാറല്ലാത്ത? ഇപ്പൊ ഞങ്ങളാ കോർട്ടും കൂടെ നോക്കുന്നത്. നിങ്ങൾ ദയവ് ഇത് പറഞ്ഞേക്കല്ലേ. അതായത് ഇവർക്ക് എന്തുകൊണ്ടാ കോർട്ടിൽ ബെയിൽ കിട്ടാത്തത്? അതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ പാർലമെന്റിൽ സോണിയാഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതന്നെ ഞാൻ പറയുന്നത്. ഇവരൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതായത് രണ്ടുപേരും അമ്മയും മോനും ബെയിലല്ലേ ഇരിക്കുന്നത് നാഷണൽ കേസിൽ, ഹെറാൾ കേസിലൊക്കെ. നാഷണൽ ഹെറാൾ കേസില് ബേസിക് കാര്യങ്ങളൊക്കെ ക്രൈം ഓഫ് കേസ് ആവുന്നുണ്ടോ ഇല്ലയോ? കേസ് നടക്കുന്നുണ്ടോ ഇല്ലയോ? മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ കറക്റ്റ് മറ്റേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു മറ്റേ സെന്റൊക്കെ വിൽക്കുന്ന ആള് കേസിൽ പിടിപെടുന്നു. അവന്റെ കയ്യിൽ നിന്ന് അന്ന് എന്തൊക്കെയാ കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ളപ്പോ ED, CBI ഒന്നും ജോലി എടുക്കാൻ പാടില്ലേ? അതുപോലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ബംഗാളില് ഒരു മിനിസ്റ്റർക്ക് ക്ലോസ് ആയിട്ടുള്ള ആള് അന്ന് എന്തൊക്കെയാ പുറത്തു വന്നത് നിങ്ങൾ കണ്ടതല്ലേ അതൊക്കെ. അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഓഫീസറുടെ വീട്ടിൽ നിന്ന്, അതായത് ഒരു ലേഡി ഓഫീസറിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെ എടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതും നിങ്ങൾ കണ്ടതല്ലേ. ഇതുപോലെ ഒരാൾ കറപ്ഷൻ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുവാന്ന് പറഞ്ഞ് ഞങ്ങൾ കൈവയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആരൊക്കെ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നോ ഉറപ്പായിട്ട് അതിന് ആക്ഷൻ എടുത്തിരിക്കും. ആക്ഷൻ എടുക്കും. പ്രധാനമന്ത്രി മോദി അത് ചെങ്കോട്ടെ വെച്ച് പറഞ്ഞതാണ്. കറപ്ഷൻ എന്നെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. കറപ്ഷൻ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ നടന്നാൽ ഞങ്ങളുടെ അടി നിങ്ങൾക്ക് വീഴവേ ഉള്ളൂ. നിങ്ങൾ കറപ്ഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും കേസ് ഇട്ടേക്കും. ഏതൊരു കേസാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അഴിമതി കേസുകൾ നോക്കൂ, ഞാനിപ്പോ പറയാം. സത്യേന്ദർ ജെയിൻ ഇത്രയും ദിവസമായിട്ട് ജയിലിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ജയിലിലിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആപ്ലിക്കേഷൻ റിജക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എവിടെ കോർട്ടിലോട്ട് അദ്ദേഹത്തിന് ആപ്ലിക്കേഷൻ പോകുന്നു, കോർട്ട് അത് റിജക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. നോക്കുമ്പോൾ ഒരുപാട് കേസുണ്ട്, കുറ്റമുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാം റിജക്ട് ആയാലേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ്. അദ്ദേഹം മാത്രമല്ലല്ലോ ഇവിടെ മഹാരാഷ്ട്രയിലെ അറിയാം. അത് പിന്നെ അനിൽ ദേശ്മുഖ് ഉണ്ടല്ലോ. ഫെബ്രുവരി മുതൽ നവാബ് മലിക്, സഞ്ജയ് റൌത്ത് കഷ്ടപ്പെട്ട് ബെയിൽ കിട്ടി പുറത്തു വന്നു. ഇതൊക്കെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഇതിലെന്താന്ന് വെച്ചാൽ എന്താ മനസ്സിലാവുന്നെന്ന് വെച്ചാൽ താങ്കളെ എതിർക്കുന്ന എല്ലാവർക്കും ജയിലിലേക്ക് പോകാൻ ബെയിൽ പെട്ടെന്ന് കിട്ടില്ലെന്ന്. ഇല്ല, ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരൊരു കറപ്ഷൻ ചെയ്യുന്നവരാ. ആ കറപ്ഷനോട് ചേർത്ത്
സൊസൈറ്റിയുടെ കൂടെ ചേർന്ന് ഈ പൈസയൊക്കെ വന്ന് കൊള്ളയടിക്കുന്ന പണിയാ ചെയ്യുന്ന, അപ്പൊ ഈ റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ മേത്ത് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ എത്രയോ നേതാക്കന്മാരുണ്ട്. സോണിയാഗാന്ധി ഉണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ട്, ചിദംബരം ഉണ്ട്. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ജാമ്യത്തിലാണുള്ളത്. ഇങ്ങനെ രാജ്യത്ത് ഭരിക്കുന്നവരും രാഷ്ട്രീയക്കാരും ഒക്കെ ജയിലിലോ ബെയിലിലോ ആണ് ഉള്ളതെങ്കിൽ അത് എപ്പോഴും അവര് മാത്രമേ പിടിക്കപ്പെടാറുള്ളല്ലോ. അവരുടെ ആക്ടിവിറ്റീസ് അങ്ങനെയുണ്ട്, അവരങ്ങനെയാണ് ജോലി എടുക്കുന്നത്. നിങ്ങളുടെ ആക്ടിവിറ്റി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ മേത്തൊരു കേസൊക്കെ ഫ്രെയിമായി വരുന്നത്? നിങ്ങൾ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ മിനിസ്റ്ററോ ആയിട്ടിരിക്കുന്ന കാലത്ത് നിങ്ങൾ അതുപോലെ എന്തെങ്കിലും ചെയ്തുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പദവി ഉപയോഗിച്ച് അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ റൂൾസ് ബ്രേക്ക് ചെയ്തിരിക്കും. റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന കൊണ്ടാണ് നിങ്ങളുടെ മേത്ത് കേസൊക്കെ ഇടുന്നത്. നിങ്ങൾക്കത് തെറ്റാന്ന് തോന്നിയാ നിങ്ങൾക്ക് ധാരാളമായിട്ട് BJPയുടെ മേത്ത് ഒരു കേസ് ഇടാലോ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഞങ്ങൾ റൂൾസ് ഫോളോ ചെയ്യുവാണ്. ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ പാർട്ടി എങ്ങനെയാന്നുള്ള കാര്യം തൊട്ട് എല്ലാം മോണിറ്റർ ചെയ്യുന്നതാണ്. കാര്യം പറയാം നഡ്ഡ സാർ, പബ്ലിക്കിൽ എല്ലാവർക്കും ഈ ഒരു ചോദ്യമുണ്ട്. എവിടെയൊക്കെ ഇലക്ഷൻ നടക്കുന്നോ അവിടെയെല്ലാം EB, CBI, IT ഇതുപോലത്തെ ഏജൻസീസെ പ്രയോജനപ്പെടുത്തുന്നു, മന്ത്രിമാരെ പേടിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടക്കുന്നുണ്ട്. IDED, ITED അവരുടെ പണികളൊക്കെ അവരവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ആ പണിയിലൊക്കെ നിങ്ങൾ എനിക്കൊരു കാര്യം പറയണം. എന്തെങ്കിലും തെറ്റായ രീതി വരുന്ന പോലെ ഞങ്ങൾ എന്തെങ്കിലും കേസ് ഇട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു കേസിലെങ്കിലും അവർ ജയിലിൽ പോവാണ്ടിരിപ്പുണ്ടോ എന്നുള്ള കാര്യം പറയണം. അവരെ ബെയിലിൽ എടുക്കാണ്ട് തന്നെ പുറത്തു വരാൻ എളുപ്പമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? സോ ഫാക്ച്വലി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഒരു കാര്യം ഉറപ്പായിട്ടും ഉണ്ടായത്. അതായത് രാഷ്ട്രീയത്തില് ഒരുപക്ഷെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് ഇരുന്നേ പറ്റൂ. നിങ്ങൾ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് തന്നെ വർക്ക് ചെയ്യണം. നിങ്ങൾ ഇതുപോലത്തെ പണികളൊക്കെ കാണിച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിനുള്ള ആക്ഷൻ എടുക്കും. അതിനുശേഷം ജയിലിൽ പോകുന്ന കാര്യം ഉറപ്പായിട്ടും ആയേക്കും. താങ്കൾ പറയുന്നു ഇവരൊക്കെ ബെയിലിലാണുള്ളത്, രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഉത്തരം പറയണമെന്ന് പറയുന്നു. അവരുടെ പാർട്ടിക്ക് മാത്രം എന്താ ഇത്രയും കേസുകൾ വരുന്നതെന്നും ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നത് ചോദ്യം ചോദിക്കാൻ JP നഡ്ഡ ആരാണ്, എന്റെ പ്രൊഫസറാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്തിന് അദ്ദേഹത്തിന് ഉത്തരം നൽകണം? ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫസർ അല്ല, ഞാൻ ഇന്ത്യയിലെ സിറ്റിസൺ ആണ്. ഒരു ഇന്ത്യയിലെ സിറ്റിസൺ എന്ന് വെച്ചാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതും. എന്റെ അടുത്തൊരു കാര്യം പറയൂ, ഈ ലോകത്തിനൊരു കാര്യം പറയൂ. നീയും നിന്റെ അമ്മയും എന്ത് കാര്യം കൊണ്ടാണ് ഇപ്പൊ ബെയിലിരിക്കുന്നതെന്ന്? എന്ത് കാര്യം കൊണ്ടാണ് ബെയിലെടുത്തിരിക്കുന്നേ? രാഹുൽ ഗാന്ധി പറയുന്നു 70 വർഷമായി ഞങ്ങൾ കെട്ടിപ്പടുത്ത് ഉയർത്തിയത് ഈ ചെറിയ കാലത്തിനുള്ളിൽ BJP നശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് 4 പേരുടെ ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട്, 4 പേരുടെ സർവാധികാരമാണുള്ളത്. ഈ 4 പേര് എല്ലാരെയും ഭീഷണിപ്പെടുത്തുന്നു. ഇതിൽ 3 പേരെ എനിക്കറിയാം, മോദിജി, അമിത്ഷാ, നഡ്ഡാജി. 4മത്തേതാരാ? എനിക്ക് അറിയത്തില്ല. ഈ 4 പേര് കോൺസെപ്റ്റ് ഇല്ല. ഞങ്ങൾ ആരെയും പേടിപ്പിക്കുന്നില്ല, ആരുടെ അടുത്തും അങ്ങനെ പെരുമാറുന്നില്ല. ഞങ്ങളൊരു ഡിക്റ്റേറ്ററോ അല്ല. പിന്നെ പ്രധാനമന്ത്രി മോദിജി എല്ലാ കാര്യങ്ങളും ജനകീയമായിട്ടാണ് താൻ കാണുന്നത്. ഇപ്പോ ഈ കൊറോണയുടെ വാർ നടന്നില്ലേ, ഏത് പ്രധാനമന്ത്രിയാണ് ഇതുവരെ ഇത്തരം ചീഫ് മിനിസ്റ്റേഴ്സിന്റെ കൂടെ ഡിസ്കഷൻ വെച്ചിട്ടുള്ളത്? അദ്ദേഹം എല്ലാരെയും ഓൺ ബോർഡ്, അതായത് ഡോക്ല പ്രശ്നത്തില് അപ്പോഴും എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ഒപ്പവും സംസാരിച്ചതാ. ഇപ്പൊ ഈ G20 വന്നു, G20യിൽ പോയി തലവനായിട്ട് പദവി ഏറ്റ സമയത്ത് അപ്പോഴും ചീഫ് മിനിസ്റ്റർ എല്ലാവരെയും ഓൺ ബോർഡ് എടുത്തോണ്ട് വന്ന് എല്ലാവരെയും അതിനോടൊപ്പം തന്നെ ചേർത്ത് എടുത്തോണ്ട് പോയേ. ഇപ്പോൾ ഓഡിയൻസിന്റെ ചോദ്യത്തിലേക്ക് പോകാം. സാർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും ഒന്ന് പറയാറുണ്ട്, മോദിജി ചൈനയെ കണ്ട് ഭയന്നു എന്ന്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? പ്രധാനമന്ത്രി വളരെ തെളിച്ചു പറഞ്ഞിരിക്കുവാണ്, കണ്ണുയർത്തിയും സംസാരിക്കില്ല, കണ്ണ് താത്തിയും സംസാരിക്കില്ലെന്ന്. കണ്ണ് നോക്കിയേ ഞാൻ സംസാരിക്കുള്ളൂ എന്ന്. അതിനോടൊപ്പം ഇത് ലെറ്റർ ആൻഡ് സ്പ്രിന്റിൽ മോദിജി ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുമുണ്ട്. വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, മറ്റുള്ളവരും കണ്ടു കാണും. ഒരു കറക്റ്റായ രാഷ്ട്രീയ പാർട്ടി തലവനായിട്ട് സർവദേശ കാര്യങ്ങളിൽ നമ്മുടെ സംസാരത്തിലോട്ടും വന്ന് ഉത്തരവാദം തരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞെന്ന് എക്സാക്റ്റ് ആയിട്ട് താങ്കളോട് ഞാൻ പറയാം. ചൈനയെ കണ്ട് പേടിക്കുന്നു, ജനങ്ങളോട് സത്യം മറച്ചുവെക്കുന്നു, അവരുടെ ഇമേജ് മാത്രം സംരക്ഷിക്കുന്നു, പട്ടാളത്തിന്റെ ആത്മവിശ്വാസം നശിപ്പിക്കുന്നു. ആർമിക്കാരുടെയൊക്കെ കരുത്ത് നോക്കുവാണെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് കുറച്ചത്. സർജിക്കൽ സ്ട്രൈക്കിൽ ആരാണിത് ചോദിച്ചത്? ബാലാകോട്ട് ഓപ്പറേഷനിൽ ആരാണ് പോയി ചോദ്യം ചോദിച്ചത്? അദ്ദേഹം എന്ത് വാക്കാ പോയി സംസാരിച്ചത്? നമ്മുടെ പട്ടാളത്തിനെ കാട്ടിക്കൊടുക്കുകയില്ലായിരുന്നോ? ഈ വാക്കൊക്കെ ആരാണ് ഉപയോഗിക്കുന്നത്? പട്ടാളത്തിലുള്ള ആൾക്കാരുടെയൊക്കെ കരുത്ത് എന്തിനു വേണ്ടിയാ കുറയ്ക്കുന്നത്? പട്ടാളക്കാരുടെ മേത്ത് ഒരു മോശപ്പെട്ട പ്രവൃത്തി ആരാണ് കാണിച്ചത്? അത് രാഹുൽ ഗാന്ധിയെ ചെയ്യുള്ളൂ. പ്രധാനമന്ത്രി മോദിജിയെ കുറിച്ച് പറയണമെങ്കിൽ
ഞങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റും, അദ്ദേഹത്തിന്റെ തലമേല് ഈ നാടിന്റെ ബോർഡർ വളരെ സുരക്ഷിതമാണ്. അതിന്റെ ഒപ്പം നമ്മുടെ പട്ടാള ആൾക്കാര് കരുത്തും കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. നല്ല കരുത്തും നെഞ്ചിടിപ്പും വെച്ചോണ്ടാണ് അവിടെ ആൾക്കാർ നിൽക്കുന്നത് നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി. നദ്ദ സർ, താങ്കളുടെ മേൽ പല കുറ്റങ്ങളും ആരോപിച്ചു. ജനങ്ങളുടെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ ജഡ്ജി എന്ത് വിധിന്യായമാണ് പറയാൻ പോകുന്നത്. ബ്രേക്കിന് ശേഷം നമുക്ക് കാണാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു, കുറ്റം ആരോപിച്ചു, ഉത്തരങ്ങൾ കേട്ടു. ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായ JP നഡ്ഡയോടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ വേദ് പ്രകാശ് വൈദ്യയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിലെ അഭിഭാഷകൻ ശ്രീ രജത് ശർമ്മ അവർകൾ വളരെ കഠിനമായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്നാൽ ശ്രീ ജഗത് പ്രകാശ് നഡ്ഡ അദ്ദേഹം ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ വ്യക്തമായി മറുപടികൾ നൽകി. അതുകണ്ട് നിങ്ങളെല്ലാവരും കൈയടിക്കുകയും ചെയ്തു. എനിക്കതിൽ വളരെ സന്തോഷമായി. അതായത് അദ്ദേഹം ഇന്ന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്, ആ മറുപടികൾ കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം വീണ്ടും ശക്തിപ്പെടും. അദ്ദേഹം എല്ലാ നിയമങ്ങളും വ്യക്തമായി മുറുക്കി പിടിച്ച ആളാണ്. ജനസംഘം മുതൽ BJP വരെ എത്ര നേതാക്കന്മാർ ഉണ്ടായിരുന്നാലും അവരെല്ലാവരും തന്നെ വളരെ ഉന്നതിയിലെത്തിയവരാണ്. ആ ശൃംഖല ഇനിയും മേലെ എത്തിക്കാനുള്ള കടമ ശ്രീ ജഗത് പ്രകാശ് നദ്ദ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഞാൻ അദ്ദേഹത്തിന് എന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇന്ന് അദ്ദേഹത്തെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും ഞാൻ കുറ്റവിമുക്തനാക്കുന്നു. വളരെ നന്ദി. JP നഡ്ഡ ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. ആപ്കി അദാലത്തിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വിശിഷ്ട അതിഥിയോടൊപ്പം പുതിയ എപ്പിസോഡിൽ. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.